അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് നീ ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവര്, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവര്, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം.
സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, ഉപരിവിദ്യാഭ്യാസം വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് പെന്തക്കോസ്താ ദിവസത്തിന് മുമ്പ് ദൈവമായതല്ലേ നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിളും മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവ്വസ്വരം നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ ഉപ്പിനെക്കുറിച്ചാണ് കണ്ടതല്ലേ. ഉപ്പ് ഒരു മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക രുചിയും എൻഹാൻസ്മെൻ്റ് അല്ലേ, എൻഹാൻസ്മെൻറ്റ് ദ ബിഹേവിയർ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ചൈതന്യത്തിൽ ജീവിതത്തിൽ, കർത്താവിൻ്റെ കൃപയിൽ ജീവിതത്തെ പുതിയ ചൈതന്യത്തിലേക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന. അപ്പം നമ്മൾ പെന്തക്കോസ്താ തിരുനാളിലേക്ക് പോകുമ്പോൾ ഈ പുതിയ ചൈതന്യത്തെക്കുറിച്ച് എസെക്കിയേൽ 11:19 നോക്കാം. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. എൻഹാൻസ്മെന്റ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ആണ്. അവർക്ക് ഞാൻ പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും, ഉടമ്പടിയാണത്, അവർ എന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും. ഇതാണ് ഉടമ്പടി ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ജനമായി മാറും. പക്ഷെ ഇതെന്താ വെച്ചാൽ ഒരു ഡേ ടു ഡേ പ്രോസസ്സാണിത്. അനുദിന ജീവിതത്തിൽ ഇതിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ബിഹേവിയർ എൻഹാൻസ് ചെയ്യണം. നമ്മൾ രാവിലെയൊക്കെ ഇരുന്ന് ഞങ്ങൾക്കൊക്കെ സമയം കിട്ടും പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല, അതൊക്കെ ലോകം ഉറക്കക്കാരല്ലേ. ഞാൻ 4 മണിക്ക് എഴുന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് 1.5 മണിക്കൂർ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥിക്കണമല്ല, നമ്മളൊന്ന് ധ്യാനിക്കണം നല്ലതാ. എന്ത് ധ്യാനിക്കണതാ? അതായത് കർത്താവിൽ നമ്മൾ വളരുന്നുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കണം. കർത്താവിൻ്റെ കൽപ്പന നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ? കർത്താവിനൊരു ഭയങ്കര നിർബന്ധമാണ് നിലനിൽപ്പിനെക്കുറിച്ച് എപ്പോഴും കർത്താവ് ഇങ്ങനെ ഭയങ്കര ആശങ്കപ്പെടുന്ന പോലെ തോന്നും. നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേൻ. യോഹന്നാൻ 15:9. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇനി എന്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും, അങ്ങനെയുണ്ട്. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതായത് കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര രസമാണ്. അതായത് നമ്മൾ
കർത്താവിനോട് സ്വാതന്ത്ര്യം കാണിച്ച് ഇഷ്ടമുള്ള ചോദിക്കാനാണ് പറയണത്. അതിൻ്റെ ഉള്ളിൽ ഈശോ ഉദ്ദേശിക്കുന്ന സംഭവമേ, കർത്താവിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കണം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ഇപ്പോൾ ഈശോയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ചില ആൾക്കാർ അവിടെ മകന് ജോലി കിട്ടി കഴിയുമ്പോൾ അവർ കട്ടയും പടവും മടക്കും. അപ്പോൾ ഈശോയ്ക്ക് എന്നെ സങ്കടമാണെന്നറിയാമോ എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ നിങ്ങളെ കൃപാസനത്തിൽ ജീവിതകാലം മുഴുവൻ കെട്ടിയിടാൻ വേണ്ടിയാണെന്ന്. അതില്ല, നിങ്ങൾ കൃപാസനത്തിൽ വരും ആലപ്പുഴത്തിനെ വരണമെന്ന് നിർബന്ധം ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി ജീവിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ വലിയൊരു ആത്മീയ പദ്ധതി ഇന്ന് വരെ സഭയിലില്ല. കാര്യം ബൈബിൾ മൊത്തം ഉടമ്പടി പുസ്തകം എന്നല്ലേ ബൈബിളിനെ വിളിക്കണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബിഹേവിയർ ചേഞ്ച്. ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മളിൽ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മളിൽ പെരുമാറ്റത്തിൻ്റെ അകത്ത് ഗുണനിലവാരമായ ഒരു മാറ്റം ഉണ്ടാകണം. ശരിയൊക്കെ പറയുവേ, എനിക്ക് പണ്ട് ഈ ധർമ്മക്കാരെ കാണുമ്പോൾ അറപ്പായിരുന്നു. ഞാനിങ്ങനെ ആൾക്കാരുടെ ഉടുപ്പൊന്നും എടുക്കത്തില്ല. ഇപ്പം ചില കുട്ടികളാകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പം ഞങ്ങളൊക്കെ കുഞ്ഞുനാളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പിള്ളേർ വീട്ടിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും, വേറെ ആരും മുട്ടത്തില്ല. അവരിങ്ങനെ മാറ്റി തള്ളി മാറ്റിയിട്ട് അവർ മാറി നിന്നിട്ട് നടുക്ക് സ്ഥലം ഇടിയിക്കും. ചില അമ്മമാർ മക്കളോട് പറയും, നിങ്ങൾ മറ്റു പിള്ളേരുടെ ഒന്നും പോകരുത്, അവർ ചീത്തയാണ്, അവർ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളർത്തും. അതുപോലെ തന്നെ ആയിരിക്കും അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളർന്നു കഴിഞ്ഞാൽ ആ നാട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ഈ രാജ്യം വിട്ടു പോകുന്ന ആൾക്കാരില്ലേ, അതിൻ്റെ അകത്തൊരു 2% നാട്ടുകാരുമായിട്ട് പണ്ടേ ബന്ധമില്ല അവർക്ക്. കാര്യം എന്ന് വെച്ചാൽ അവരെ വളർത്തിയിരിക്കുന്ന രീതി ബ്രോട്ടപ്പ് അങ്ങനെയാണ്. മറ്റുള്ളവർ അഴുക്കാണ്, കൊള്ളാത്തവരാണ്, സംസാരിക്കാൻ കൊള്ളാത്തവരാണ്, അവിടെ ചീത്ത സ്വഭാവക്കാരാണ്. ഇവരുടെ പ്രിജുഡ്യൂസുകൾ, മുൻവിധികൾ കുട്ടികളെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഈ അന്തർമുഖരാകും മറ്റുള്ളവരോട് മുമ്പിൽ. അതിങ്ങനെ വളർന്നു കഴിഞ്ഞാലും ആ ഒരു മാനസിക രോഗം നമുക്കുണ്ടാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്കാർ നിങ്ങളെ മിണ്ടിലെ കുഴപ്പമില്ല, ചില ആൾക്കാരെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത് ഒരിക്കലും. ഉടമ്പടിയിൽ ചില ആൾക്കാർ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ കൊള്ളത്തില്ല, അവരോട് സംസാരിക്കാൻ കൊള്ളത്തില്ല, അവർ മോശമാണ് ആൾക്കാരെന്ന് കുഞ്ഞുനാളിലെ മുതൽ പറപ്പിച്ച കാരണം ഇവർക്കൊരു പത്രം വരെ കൊടുക്കാൻ പാടാണ്. അവരെ സഹായിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. കാര്യം എന്താണ്? ഇവരെ പുറകിൽ നിന്ന് അവരെ പിടിച്ച് വലിക്കും. ആരെയാണ്? ഈ ചത്തുപോയ അമ്മയുടെ ആത്മാവാണ് പിടിച്ചു വലിക്കണത്. കാര്യം അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, മറ്റുള്ളവർ കൊള്ളത്തില്ല എന്ന്, അയൽവാസി കൊള്ളത്തില്ല, തെക്കോട്ട് ഇപ്പോൾ ചില മരുമക്കൾ കെട്ടി വീട്ടിൽ വരുമ്പോൾ എന്തുകൊണ്ട് മരുമക്കളോട് ഭയങ്കര വഴക്കുണ്ടാകണം? എന്തുകൊണ്ടാണ്? ഈ നടന്ന് എല്ലാവരെയും വെറുപ്പിച്ച് കാണും. അവർക്കങ്ങനെ വെറുക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ ഞാനൊരു ഇടവക വികാരിയായിട്ട് ചെല്ലുമ്പോൾ കുറേ അണ്ണന്മാരിങ്ങനെ 2 ദിവസം നമ്മുടെ മേട കയറി ഇറങ്ങും. എന്താ പറഞ്ഞത്? അച്ഛാ ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കാവേ, അച്ഛൻ എന്തുകൊണ്ട് ഞങ്ങളോട് പറയണം കേട്ടോ. അപ്പം നമ്മൾക്ക് നല്ല തകപ്പെട്ട മനുഷ്യരാണല്ലോ എന്ന്. പിന്നെ ചില ആൾക്കാരൊക്കെ സൂക്ഷിക്കണം കേട്ടോ, അബദ്ധത്തിന് വേണ്ടി ഒരു കാര്യമില്ല. എന്നിട്ട് ഇവർക്ക് വെറുപ്പുള്ളവരുടെയൊക്കെ നമ്മളോടിങ്ങനെ പറഞ്ഞു തരും. നിർഭാഗ്യവശാൽ ചില അച്ഛന്മാരെങ്കിലും ഇവന്മാരുടെ മധുരക്കെണിയിൽ വീണു പോകും. ഇതൊരു ഹണി ട്രാപ്പാണേ. അച്ഛന്മാർ സ്ഥലം മാറി ചെല്ലുമ്പോൾ ആദ്യത്തെ ഈ ഹണി ട്രാപ്പുകാർ ആദ്യത്തെ 5 ദിവസങ്ങളിൽ ഇവർ വന്നുകൊണ്ടിരിക്കും. കാര്യത്തിൽ ഇവർ കോമ്പറ്റീഷനിൽ പരാജയപ്പെട്ടതും ഇവർ പുറന്തള്ളപ്പെടാതിരിക്കാൻ വേണ്ടിയും ഇവരൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. ഇത് തന്നെയാണ് കെട്ടിച്ചെല്ലുന്ന മരുമക്കൊക്കെ ഉണ്ടാകണത്. അമ്മ പറയും അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവൾ കൊള്ളത്തില്ല, അവൾ അഴുക്കാണ്, അവൾ വേറെ ഇടത്തിൻ്റെ കൂടെ ജീവിക്കണത്. ആരും അറിഞ്ഞ് കാണത്തില്ലേ. പക്ഷേ ചില മരുമക്കൾ സ്മാർട്ടാണ്. അവർ പറയും അത് നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറാമായിരിക്കും, എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല, മനുഷ്യരോട് സംസാരിക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആൾക്കാരെ ഇടപെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു തങ്കപ്പെട്ട മനുഷ്യരാണെന്ന്. മനുഷ്യൻ ബേസിക്കായിട്ട് നല്ല ആൾക്കാരാണേ. നമ്മൾ പെരുമാറുന്ന പോലെ ഇരിക്കും അവർക്ക് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്.
ഞാനിപ്പോൾ ഈ രോഗമൊക്കെ വന്നതിന് ശേഷം ഞാനിപ്പോൾ എനിക്ക് ടൈറ്റായി വെച്ചാൽ കിഡ്നിയുടെ രോഗമൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇത്തിരി ടൈറ്റായി. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഡിസിപ്ലിൻ എടുക്കുന്നത്. പണ്ട് ഞാൻ രാവിലെ മുതൽ രാത്രി 9 മണി വരെ ആൾക്കാർ നിന്ന് കാണുമായിരുന്നു. അതിൻ്റെ ഒരു കൃപയാണ് എനിക്കിപ്പോഴും കർത്താവ് തന്നിരിക്കണത്. ഇപ്പം നമുക്ക് സെലക്റ്റീവ് ആയിപ്പോയില്ലേ. സെലക്റ്റീവ് എന്നല്ല, ഇപ്പം എന്താ നമ്മൾ ചെയ്യണത്, ഏറ്റവും ഇന്നാണ് ഉടമ്പടി എടുക്കണമെങ്കിൽ ഇന്നച്ഛൻ കാണും ആൾക്കാരാണ്. പക്ഷേ മോസ്റ്റ് സീരിയസ് വിഷയമായിരിക്കണം, ഒക്കെ ഉണ്ടായിരിക്കണം. അത് ന്യായമായ ഒരു കാര്യമാണ്. അപ്പം ആരും കാണാതിരിക്കത്തില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആരെക്കൊണ്ടും മുൻവിധി എടുത്ത് റിസർവ്ഡ് ആകരുത്. മുൻവിധിയോടുകൂടി ജനമെല്ലാം ബേസിക്കായിട്ട് നല്ലവരാണ്. എല്ലാവരും നമ്മൾ പെരുമാറുന്ന പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് ഈശോ പറഞ്ഞില്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻഹാൻസ്മെൻറ്റ് ബിഹേവിയറാണ്. എല്ലാവരുമായിട്ട് പുതിയ റിലേഷൻസ് ഉണ്ടാകുക, പുതിയ ആൾക്കാരുമായിട്ട് നന്മ തിന്മ വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അറിയാൻ മതിയല്ലോ അല്ലേ. ഒരു ഓലമടൽ മുകളിൽ നിന്ന് വരണ മുമ്പ് ഒരു സ്വരം കേൾക്കുമല്ല, അപ്പോൾ നമ്മൾ മാറും, അത്രയേ ഉള്ളൂ. അതുപോലെ തിന്മ ആരെങ്കിലും വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അല്ലാതെ തോലമടൽ വരണേന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും തലയിൽ ഇങ്ങനെ കൈയും പൊത്തി നടക്കേണ്ട കാര്യമില്ലല്ലോ. പ്രിയ, ഞാൻ തിരുവനന്തപുരം വിതിരയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ വസ്തുവിൻ്റെ ഒരു ജപ്തിയുടെ പ്രശ്നവുമായിട്ടാണ് ഞാൻ ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഈ അൾത്താരയിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ മാസം 10-ാം തീയതി കണ്ണീരോടുകൂടി ഞാനിവിടെ ഇരുന്നത്. ഞാനിവിടുന്ന് ജോസഫ് അച്ഛനെ കണ്ട് വീടെത്തുന്നത് വരെ ഞാൻ കരച്ചിൽ മാത്രമേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. കാരണം ഒന്ന് പറയാൻ, കഴിഞ്ഞ 10 വർഷമായി ഞാൻ പരിശ്രമിച്ച ഒരു കാര്യമാണ് നടക്കാതെ. ഞാൻ ഓരോ പ്രാവശ്യവും അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെയും ഒരിക്കലും നടക്കാത്തൊരു കാര്യമായിരുന്നു. ജോസഫ് ഈ 2 ആഴ്ച കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അത്ഭുതമായിട്ട് നടന്നത്. കാരണം ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഈ നടന്നതൊന്നും. എന്തെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ ജോലി സംബന്ധമായിട്ട് ഒരു വിസയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസയായിട്ട് വെച്ചതല്ല. എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് 2 ആൺകുട്ടികളായിരുന്നു, ഇരട്ട കുട്ടികളായിരുന്നു. 2025 ഒരു 9-ാം തീയതി എനിക്കുണ്ടായിരുന്ന ഒരു കുട്ടി ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിക്കുകയും അതിനുശേഷം ഞാൻ പള്ളികളിൽ പോവാറേ ഇല്ല. ഞാൻ CSA പള്ളിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരി സംബന്ധമായിട്ടാണ് ഈ കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത്. പള്ളികളിൽ ഞാൻ പോവാത്തതെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കൂട്ടം ഭയങ്കര പേടിയായി തുടങ്ങി. പിന്നെ ഞങ്ങൾ 3 പേരും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോവാറില്ല. ഒരു കല്യാണത്തിനായാലും ഒരു മരണ വീടുകളിലായാലും പഠിക്കുന്ന കാര്യത്തിലായാലും ഞാൻ പോവാറേ ഇല്ല. പിന്നെ ഞാൻ ആദ്യം കാലെടുത്ത് വെച്ചത് ഈ കൃപാസനത്തിലാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് ആൾക്കൂട്ടം കാണുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ അന്ന് അവനെ കൊണ്ടുവന്ന ദിവസങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാവാറുള്ളൂ. അവസാനമായിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ ഈ വിസയുടെ പൈസ ഞാൻ പിൻവാങ്ങുന്നത് എൻ്റെ വാവേണം മരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്താണ് ആ പൈസ എനിക്ക് പിൻവലിച്ച് എനിക്ക് കയ്യിലെത്തണത്. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഈ വിസയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങില്ല എന്ന്. ഇനിയും മുന്നോട്ട് യാത്ര ചെയ്യണമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിൽ മാത്രം ഞാൻ മാതാവിൻ്റെ നടയിൽ ഞാൻ വന്നു. പക്ഷേ ഈ മാതാവിൻ്റെ നടയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. പക്ഷേ ഈ മാതാവിൻ്റെ നടയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോവുകയും ഞങ്ങൾ പള്ളിയുടെ നട ചവിട്ടുകയും തുടങ്ങിയത്. പിന്നെ ഞാൻ ഒരിക്കൽ പോലും പള്ളിയിൽ നട ചവിട്ടാതിരുന്നിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാറുണ്ട്. എൻ്റെ മോൻ്റെ കല്ലറയിലല്ലാതെ പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടേ ഇല്ല. ഇന്നേക്ക് 5 വർഷമാവണം എൻ്റെ മോൻ എന്നെ വിട്ട് പോയിട്ട്. ഞാൻ അത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 10 വർഷം കൊണ്ട് എനിക്ക് നടക്കാത്ത കാര്യം കഴിഞ്ഞ മാസം 10-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ ഞാൻ എൻ്റെ ഒരു വസ്തു സംബന്ധമായിട്ട് ഒരു ജപ്തിയുടെ കാര്യത്തിന് സംസാരിക്കാൻ വന്നു. അതിൻ്റെ കൂട്ടത്ത് ഞാൻ ജസ്റ്റ് ഈ പാസ്പോർട്ട് ഞാൻ കയ്യിൽ വെച്ചിരുന്നു. എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ നല്ലപോലെ കരഞ്ഞ്. പക്ഷേ വസ്തുവിൻ്റെ പേപ്പർ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ, പാസ്പോർട്ട് എൻ്റെ നിന്ന് വാങ്ങിച്ചില്ല. പക്ഷേ എനിക്കത് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പക്ഷേ വസ്തുവിൻ്റെ പേപ്പർ വാങ്ങിച്ച് മാതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്തിനാ ഈ
പാസ്പോർട്ട് കൊണ്ടുവന്നേന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. പക്ഷെ ഞാൻ കരയുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയണമെന്ന്. ഇന്ന് ഈ നിമിഷം വരെയും ഞാൻ ഒന്നുമേ അറിഞ്ഞിട്ടില്ല. സുഞ്ചേട്ടൻ്റെ പാസ്പോർട്ടിൽ എല്ലാം ശരിയായി, ജോലി സഹിതം ശരിയായി. എൻ്റെ മാതാവിനും കർത്താവിനും 1000 നന്ദിയുണ്ട്. കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഈ ആൾക്കൂട്ടം കാണാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈ ഒരു 4 വർഷം വിറയിലായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റി തന്നത് ഈ മാതാവാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളോടൊപ്പം എപ്പോഴും ഈ മാതാവ് ഉണ്ടാവും. ഈ മാസം 7-ാം തീയതി ചേട്ടൻ ഗൾഫിൽ പോവുകയാണ്. ഒമാനിലാണ് പോണത്. നിങ്ങളുടെ ഓരോരുത്തരെയും വിഷമം ഈ അമ്മ കാണുന്നുണ്ട്. ഒരിക്കലും കൈവിടാതിരുന്ന അമ്മ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. പിന്നെ കാരുണ്യ പ്രവൃത്തി, എനിക്ക് ഒരുപാട് പറയാനും സംസാരിക്കാനും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും മാതാവിനെ കൈവിടാതെ മുറുകെ പിടിച്ചോ, നിങ്ങൾക്ക് നല്ലതേ വരൂ. മാതാവിനും ഈശോയ്ക്കും നന്ദി, കോടാനുകോടി നന്ദി. ഞാൻ വീണ്ടും പറയാണ്, മാതാവല്ലാതെ ഒരു രക്ഷ നിങ്ങൾക്കുണ്ടാവില്ല. അതിന് ഏക ഒരു സാക്ഷി ഞാനാണ്. മത്തായി 6:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. പ്രിയ എന്ന ഈ മകളുടെ കണ്ണീരിൽ കുതിർന്ന സാക്ഷ്യമാണ് നാം കേട്ടത്. മകൾ വ്യക്തമായി സൂചിപ്പിച്ചു കാര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, എത്ര കണ്ട് ആ കുടുംബം സങ്കോചപ്പെട്ട് ചുരുങ്ങി ആരെയും കാണുവാൻ പറ്റാത്ത വിധം ഒതുങ്ങിപ്പോയെന്ന്. കൃപാസന മാതാവ് എവിടെയൊക്കെ ആളുകൾ ദുരന്തത്തിലുണ്ടോ അവരെ അമ്മയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതിന് അമ്മയ്ക്ക് അമ്മയുടെ വഴികളുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും പറയുന്നതായിരിക്കും, ചിലപ്പോൾ വെറുതെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു യൂട്യൂബിലെ കൃപാസനമോ അവിടുത്തെ ഒരു സാക്ഷ്യമോ അച്ഛൻ്റെ ഒരു ധ്യാനമോ ഒരു ചിത്രമോ ഒക്കെ ഇങ്ങനെ കയറി വരുന്നതായിരിക്കും. ആരും പുറത്തുനിന്നും പറയുന്നതല്ല, അമ്മ തന്നെ മൊബൈലിൽ വന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. അത് ചിലപ്പോൾ ഒരു പത്രം കിട്ടുന്നതിൻ്റെ ഒരു ആശ്വാസമായിരിക്കും. അങ്ങനെ മകൾ പറഞ്ഞു, കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം ആദ്യം ഒരു ദേവാലയത്തിലേക്ക് ചുവട് വെച്ചത് അമ്മ മാതാവിൻ്റെ തിരുനടയിലാണെന്ന്. ഇവിടെ വരുമ്പോൾ കുടുംബം അതിലും വലിയ പ്രതിസന്ധിയിലാണ് വരുന്നത്. അത് ജപ്തി നടപടികളിലേക്ക് വീടും സ്ഥലവും പോവുകയാണ്. അതിനൊരു ആശ്വാസം അമ്മ മാതാവ് നൽകാൻ വേണ്ടി ഇവിടെ എത്തിയേ. അതാ മോള് പറഞ്ഞേ, കഴിഞ്ഞ മാസം പകുതി കഴിയുമ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ടോക്കൺ കിട്ടി. അതുകൊണ്ട് ആ ജപ്തി നടപടിയുടെ പേപ്പറുകളെല്ലാമായി അച്ഛനെ കാണാൻ നിൽക്കുമ്പോൾ എന്തിനെന്നറിയാതെ ശരിക്കും 10 വർഷം മുമ്പ് ഉപേക്ഷിച്ച ആ ഒരു വിദേശത്ത് പോകണമെന്നൊരു മോഹം ആ പാസ്പോർട്ട് കയ്യിൽ പിടിച്ച് നിൽപ്പുണ്ട്. അതാ മോള് പറഞ്ഞേ, അച്ഛൻ വന്ന് നോക്കി ടോക്കണിൽ എഴുതിയിരിക്കുന്നത് ജപ്തി നടപടി സംബന്ധിച്ചാണ്. അതിൻ്റെ പേപ്പറുകൾ വാങ്ങി മാതാവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു, തിരികെ വന്ന് കൊടുത്തു. അവിടെ തീരേണ്ട വിഷയമാണത്. അങ്ങനെയാണ് സാധാരണ. പക്ഷേ ഈ അൾത്താരയിലേക്ക് നിങ്ങൾ അച്ഛൻ്റെ ആശീർവാദത്തിന് വേണ്ടി മുട്ടുകുത്തുന്നത് ഹൃദയശുദ്ധിയോടുകൂടിയും പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെട്ടും അമ്മ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചുമാണെങ്കിൽ അമ്മ കാര്യങ്ങൾ മാറ്റിമറിച്ച് തരും. ഏതാണോ പ്രയോറിറ്റി ഉള്ളത്, ഏതാണോ ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്, ആ വിഷയം ഒരുപക്ഷെ നമുക്ക് ഡോക്യുമെൻ്റ് ഇല്ലാത്തത് കൊണ്ട്, പറയാനൊരു വഴിയില്ലാത്തത് കൊണ്ട് നാം ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ അമ്മ ഏറ്റെടുത്ത ആ വിഷയം നമ്മോട് പറയും, ഞാനിത് കണ്ടിട്ടുണ്ടെന്ന്. അതാ ഇവിടെ സംഭവിച്ചേ. അച്ഛൻ വന്ന് മോളോട് ചോദിക്കുന്നത്, എന്തിനാണ് നീ പാസ്പോർട്ട് കൊണ്ടുവന്നേ? അവൾ പറയാൻ പറ്റുന്നില്ല, കരയാനേ പറ്റുന്നുള്ളൂ. അതാ അച്ഛനെടുത്തിട്ട് വീണ്ടും മാതാവിൻ്റെ കയ്യിൽ പോയി പ്രാർത്ഥിച്ച് തിരികെ കൊണ്ടുവന്ന് പറയുന്നത് 2 ആഴ്ചക്കുള്ളിൽ സാക്ഷ്യം പറഞ്ഞോളാൻ. അതങ്ങനെ പറയാൻ പറ്റില്ല, മാനുഷികമായി പറയാൻ പറ്റില്ല. വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സ്, അതിൻ്റെ കാര്യങ്ങൾ, സാമ്പത്തികം, വിസ, അതിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ ശരിയായി വരൽ, എന്തായാലും ഒരാൾ തീരുമാനമെടുത്താൽ ഒരു 5-6 മാസം അതിൻ്റെ പുറകെ ചുരുങ്ങിയത് നടക്കേണ്ടി വരും. ഇതൊന്നും അച്ഛൻ നമ്മളോടൊരു സന്ദേശം പറയുമ്പോൾ അത് അച്ഛൻ്റെ ബുദ്ധി വൈഭവമോ അച്ഛൻ നമ്മളോട് പറയാൻ വേണ്ടി എന്തെങ്കിലും വാക്കുകൾ പറയുന്നതോ അല്ല. അത് ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളിൽ നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ വന്ന് മോളോട് പറയുന്നത്, ഈ പാസ്പോർട്ട് മാത്രമാണ് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നതെങ്കിലും 2 ആഴ്ചക്കുള്ളിൽ വന്ന് സാക്ഷ്യം പറയുന്ന. 2 ആഴ്ച എത്തുമ്പോൾ
കുടുംബം ഈ അൾത്താരയിൽ നിന്ന് അമ്മ മാതാവിന് കണ്ണീരോടെ, ആനന്ദക്കണ്ണീരോടുകൂടി നന്ദി പറയുകയാണ്. 2 ആഴ്ച കൊണ്ട് എല്ലാം ക്രമീകരിക്കപ്പെടുന്നു. സാമ്പത്തികം ക്രമീകരിക്കപ്പെടുന്നു, ജോലി ക്രമീകരിക്കപ്പെടുന്നു, ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ക്രമീകരിക്കപ്പെടുന്നു. എല്ലാം ക്രമീകരിച്ചുകൊണ്ട് അമ്മ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പലപ്പോഴും ജോസഫ് അച്ഛൻ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് മുട്ടിക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ അനുഗ്രഹം കാണുകയാണ്. അതാ തിരികെ വന്ന് പറയുന്ന സന്ദേശമായിട്ട്. ചിലരോട് പറയും ഇപ്പം നോക്കണ്ട കേട്ടാ, പോകണ്ടെന്ന് പറയും. എന്നാലും അടുത്ത അച്ഛനെ തേടി പോകുന്നത് കാണാം ചിലരൊക്കെ. എത്ര ഓടിയാലും നടക്കാൻ പ്രയാസമായിരിക്കും. കാരണം അതൊരു മാനുഷികമായ പറച്ചിലല്ല. അമ്മ മാതാവിൻ്റെ അരികിൽ 24 മണിക്കൂറും പ്രാർത്ഥന കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ആത്മസ്തുതിയുടെ ദൈവികമായ സംഭാഷണത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒരു തുറവിയാണ് നമുക്കതിലൂടെ കിട്ടുന്നത്. സന്ദേശം അതാണ്, ദൈവികമാണ്. അതുകൊണ്ട് അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, അത് അച്ചിട്ടതുപോലെ അതിനകത്ത് നമ്മൾ ക്ലിയർ ആണെങ്കിൽ അനുഗ്രഹമുണ്ടാവും. നോക്കുക, എന്തിനാ വന്നേ? ജപ്തി നടപടി മാറാൻ വേണ്ടി. എന്താ കൊടുത്തേ? മനസ്സിൽ ആഗ്രഹമുണ്ട്, സാഹചര്യം ഒന്നുമില്ല, ഒരു ഓപ്പണിങ് പോലും ഇല്ലാത്ത വിദേശ ജോലിയും അതിനുള്ള വിഷയമാണ് അമ്മ മാതാവ് കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. അമ്മയിൽ ആശ്രയിച്ചാൽ മതി. അമ്മ നമ്മൾ ചോദിക്കുന്നതിനപ്പുറം നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾക്ക് അമ്മ തീരുമാനം തരും. ആയിരക്കണക്കിന് മക്കൾ ഈ അൾത്താരയിൽ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന്, ഈ വിശ്വാസത്തിന്, ജീവിതം കുറെ കൂടി ദൈവികമായി കൊണ്ടുവരുവാൻ വഴി തുറന്നു കൊടുത്ത അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിന്, എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു ജെയിംസ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2019 ഞാൻ കൃപാസനത്തിലേക്ക് ഞാൻ വരുന്നത്, ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ സാക്ഷ്യം പറയാനായിട്ട് ഒത്തിരി വൈകിയതിന് ഞാൻ എൻ്റെ ഈശോയോട് ഞാൻ മാപ്പ് പറയുന്നു. ഞാൻ നഴ്സാണ്. ഞാൻ വിദേശ ജോലിക്കായിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം IELTS OET ഒക്കെ എക്സാമുകൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് തന്നെ ഇഷ്യൂ. കാരണം ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പം ഇംഗ്ലീഷ് എത്രത്തോളം പറയാൻ കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം IELTS എഴുതുമ്പോഴായാലും എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോറ് കിട്ടുന്നുണ്ടായിരുന്നില്ല. 4-5 പ്രാവശ്യം ഞാൻ IELTS എഴുതി. OET അതൊരു 4 പ്രാവശ്യം ഞാൻ എഴുതി. ആ സമയത്താണ് കൃപാസനത്തിലെ കുറിച്ച് ഞാൻ അറിയുന്നത്. എൻ്റെ ഒരു സീനിയർ ചേച്ചി എൻ്റെ അടുത്ത് പറയാണ് കൃപാസനത്തെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് നോക്കാം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ജോസഫ് അച്ഛനെ കുറിച്ചിട്ടൊക്കെ ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, ഇനിയിപ്പോൾ ഈശോ എന്നെ ഇതിലൂടെ ആയിരിക്കാൻ ഈശോ ഉയർത്താന്നുള്ള ഒരു ഇതിൽ വിശ്വസിച്ച് ഞാനിവിടേക്ക് വന്നു. ഞാൻ വന്നത് ഒറ്റയ്ക്കാണ് ഞാനിങ്ങോട്ട് വന്നത്. ആ സമയത്ത് അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാനെൻ്റെ നിയോഗങ്ങൾ ഞാൻ എഴുതി സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി OET എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പോയി OET എക്സാം ഞാൻ എഴുതി. പക്ഷേ എനിക്ക് വീണ്ടും സ്കോർ എനിക്ക് ലഭിച്ചില്ല. ആദ്യം OET എഴുതിയപ്പോൾ 2 വിഷയത്തിൽ ഞാൻ പോയി. രണ്ടാമത് എഴുതിയതിൽ ആ പോയ വിഷയത്തിൽ ഞാൻ ജയിച്ചു. ബാക്കി 2 വിഷയത്തിൽ ഞാൻ വീണ്ടും പോവാണ് ചെയ്തത്. അങ്ങനെ ഒരു ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞു ക്ലബിംഗ് സ്കോർ വഴിയായിട്ട് ന്യൂസിലാൻഡിലേക്ക് അവർ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറയുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിംഗ് സ്കോർ ഉണ്ടായാലും PR കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നീ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ OET അല്ലെങ്കിൽ IELTS എഴുതിയ അല്ലെങ്കിൽ PTE എക്സാം എഴുതിയാലാണ് പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഈ PR വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു. അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, ആരാധനയിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേബിളായിട്ട് വിവാഹം ചെയ്യാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നുകൂടെ, എൻ്റെ ആൻറ്റി നേഴ്സാണ്, ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എക്സാം എഴുതി ഒരു പ്രാവശ്യം കൂടി അയർലൻഡിൻ്റെ സ്കോർ നീ മേടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ OETക്ക് വീണ്ടും ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ
അങ്ങനെ എക്സാമിന് ഞാൻ പോകുന്ന സമയത്ത് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പിന്നെ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഓരോ ക്വസ്റ്റ്യനും ഞാൻ കാശ് രൂപം ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പാസ്സായി. ഞാൻ അയർലൻഡിൻ്റെ സ്കോർ എനിക്ക് കിട്ടി. പക്ഷേ ആ സെയിം സമയത്ത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രോസസ്സിങ്, ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടേക്ക് വന്നു ഞാൻ ഉടമ്പടി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പുതുക്കിയ സമയത്ത് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഈശോയും അമ്മ മാതാവും എൻ്റെ അപ്പുറത്തും നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നിനക്ക് ന്യൂസിലാൻഡിൽ ഈ ക്ലബിംഗ് സ്കോറിലാണ് നിനക്ക് ക്യാപ്പിന് ഒരു സീറ്റ് നിനക്ക് കിട്ടും, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഈശോ അമ്മ മാതാവും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തിരിച്ചു പോയി. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് ന്യൂസിലാൻഡിൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് മെയിൽ വന്നേക്കാണ്, എനിക്ക് ക്യാപ്പിന് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അയർലൻഡിൻ്റെ ഞാനത് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്, പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല ഞാൻ. അങ്ങനെ ന്യൂസിലാൻഡിൻ്റെ വിസ വന്നു എനിക്ക്. അത് കഴിഞ്ഞ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ കയറി പോകുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് അങ്ങനെ അധികം പോകാത്ത ആളാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് വരുന്നത്. പിന്നെ അല്ലാതെ ഞാൻ ഒത്തിരി കേരളത്തിന് പുറത്തേക്കൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എനിക്ക് എങ്ങനെ ഫ്ലൈറ്റിൽ കയറേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഫ്ലൈറ്റിൽ അങ്ങനെ കയറിയിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ ഈ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നുണ്ടായിരുന്നത്. എനിക്ക് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം, ഏത് ഗേറ്റിൽ മുന്നിൽ പോയി നിൽക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്ക് അതറിയാം. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ആളാണ് എന്നെ ത്രൂ ഔട്ട് ഞാൻ ന്യൂസിലാൻഡിൽ എത്തുന്ന വരെ, സിംഗപ്പൂരിൽ എത്തിയപ്പോഴായാലും അവിടെ വലിയ എയർപോർട്ട് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ ആളാണ് എന്നെ എല്ലായിടത്തേക്കും കൊണ്ട് എന്നെ ഫ്ലൈറ്റ് കയറിയിടത്തോളം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് അമ്മ മാതാവാണ് എന്നെ അതിന് ഹെൽപ്പ് ചെയ്തത്. അമ്മ മാതാവാണ് കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ന്യൂസിലാൻഡിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഉടമ്പടി ലാഗാവാൻ തുടങ്ങി. ഞാൻ ഉഴപ്പാൻ തുടങ്ങി. പ്രാർത്ഥനകളൊന്നും മര്യാദയ്ക്ക് ചെല്ലുന്നില്ല. ആ സമയത്ത് എനിക്ക് 3 മാസത്തെയാണ് എനിക്ക് ക്യാപ്പ് പ്രോഗ്രാം വരുന്നത്. ആ ക്യാപ്പിന് മെഡിക്കേഷൻ കാൽക്കുലേഷൻ എക്സാം ഉണ്ട്. ആ കാൽക്കുലേഷൻ എക്സാമിന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 20 നമ്മൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് അവർ രജിസ്ട്രേഷൻ തരുള്ളൂ. അപ്പോൾ തിയറി ഞാൻ പാസ്സായി. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കാൽക്കുലേഷൻ എക്സാം ഞാൻ പോയി. അവർ രണ്ടാമത് എനിക്ക് ഇത് തന്നു, അവസരം തന്നു. പക്ഷേ രണ്ടാമത്തേനും ഞാൻ വീണ്ടും തോറ്റുപോയി. മൂന്നാമത് എനിക്ക് അവസരം തന്നു, മൂന്നാമത്തേലും ഞാൻ തോറ്റുപോയി. അപ്പോൾ എന്തോ എവിടെയോ എനിക്ക് പിഴവ് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ കേൾക്കാറുണ്ട്. ഉടമ്പടി പുതുക്കാൻ അച്ഛൻ പറയുന്നുണ്ട്. ഞാൻ ഓൺലൈനിൽ വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു ആ സമയത്ത്. അപ്പോൾ ഈ ഉടമ്പടി എടുത്തിട്ട് ഞാൻ എൻ്റെ ട്യൂട്ടർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ഉണ്ട്. ഇൻസ്ട്രക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീതു നിനക്കിനി ഒരു അവസരമില്ല, ഇതാണ് കോളേജിൻ്റെ ഡിസിഷൻ, തിരിച്ചു പോകേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം എനിക്കിനി അവസരമില്ല. 3 അറ്റംപ്റ്റ് ഓൾറെഡി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തന്നു. ഇനി അറ്റംപ്റ്റ് തരണമെങ്കിൽ ഞാൻ 6 ലക്ഷം രൂപ, അതായത് അവിടുത്തെ ന്യൂസിലാൻഡ് ഡോളറിൽ ഞാൻ അത്രയും എമൗണ്ട് ഞാൻ അടച്ചിട്ട് വേണം എനിക്ക് വീണ്ടും രണ്ടാമത് കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അത്രയും ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയോട് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിനോടും ആരാധനയിൽ. ആ സമയത്ത് ഒരു മാസം 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് എൻ്റെ വിസ തീരാറായ സമയത്താണ് കോളേജിൽ നിന്ന് എനിക്ക് വീണ്ടും വിളി വരുന്നത്. നീതുവിന് ഒരു അറ്റംപ്റ്റും കൂടി ഞങ്ങൾ തരാം, നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ നീതുവിനെ ഞങ്ങൾ ഇരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വിസ അവർ ഓട്ടോമാറ്റിക്കലി അവർ റിന്യൂ ചെയ്തു. അങ്ങനെ എന്നെ നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ അവർ എക്സാം എഴുതാൻ സമ്മതിപ്പിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കാശ് രൂപം കയ്യിൽ കൊണ്ടുപോയി ഞാൻ എക്സാം എഴുതി ഞാൻ അതിൽ പാസ്സായി. അതിന് ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ എൻ്റെ പ്രശ്നം എന്ന് പറയണത്, ക്ലബിംഗ് സ്കോറിൽ എനിക്ക് PR എങ്ങനെ കിട്ടും എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം അത് കിട്ടില്ല, ആർക്കും കിട്ടില്ല. അത് രണ്ടാമത്തെ എക്സാം എന്തായാലും എഴുതണം, അല്ലാണ്ട് അവിടുത്തെ ഇമിഗ്രേഷൻ അത് അനുവദിക്കില്ല. അങ്ങനെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് വിസ പ്രോസസ്സിങ്ങുകളൊന്നും നടക്കുന്നില്ല, എല്ലാം അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടെ.
അങ്ങനെ ആ സമയത്ത് 2023 ഒക്കെ ആയപ്പോഴത്തേനും വിസ പ്രോസസ്സിങ് അവർ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി ഇമിഗ്രേഷൻ. ആ സമയത്ത് അവർ പുതിയ റൂൾ പ്രഖ്യാപിച്ചു. ഈ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. വർക്ക് വിസ നമുക്ക് റിന്യൂ ചെയ്ത് പോകാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് PR കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അവർ സെറ്റിൽ ആവണം എന്ന രീതിയിൽ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അതിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് തരണം. കാരണം ഇതായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ക്ലബിംഗ് സ്കോർ വഴിയായിട്ട് തന്നെ എനിക്ക് സീറ്റ് തരണം, അതേമാതിരി PR വിസ എനിക്ക് തരണം എന്നായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുമാതിരി തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, അവിടുത്തെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഇമിഗ്രേഷൻ അവർ റൂള് പ്രഖ്യാപിച്ചു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ന്യൂസിലാൻഡിലേക്ക് വന്ന എല്ലാ ഇമിഗ്രൻസിനും അവർ റെസിഡൻറ്റ് വിസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതവർ കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാറ്റഗറിയിൽ ഞാനും പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് റെസിഡൻറ്റ് വിസ എൻ്റെ ഈശോ എനിക്ക് തന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് PR കിട്ടി. ഒത്തിരി അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്ക്, അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉടമ്പടി ലാഗാക്കിയതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഉടമ്പടി നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ ഒരിക്കലും വൈകില്ല. മാതാവ് സമയചുരുക്കത്തിൻ്റെ മാതാവ് പെട്ടെന്ന് തന്നെ അത് കാര്യങ്ങൾ ഈശോയുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് തരും. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാനത് ലേഗാക്കിയത് കൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ലേഗായി പോയത്. പക്ഷേ ഈശോ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസ്തത കാണിച്ചെങ്കിലും ഈശോ വിശ്വസ്തനായതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ വിശ്വസ്തയോടെ എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ ഈശോയോട് എല്ലാവരും പ്രാർത്ഥിക്കുക, കുമ്പസാരിക്കുക. ഞാൻ കുമ്പസാരിച്ചു. ന്യൂസിലാൻഡിൽ പോയിട്ട് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ മര്യാദയ്ക്ക് കുമ്പസാരിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു മലയാളി വൈദികനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ആ വൈദികനാണ് എന്നോട് പറഞ്ഞത് ഇത് നല്ല ഒരു കുമ്പസാരം നടത്താൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു. ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. അതെൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളാക്കിയിട്ട് ദൈവം എനിക്ക് തന്നു. ബൈബിള് വായന ഞാൻ മുടക്കിയിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത്. വിശുദ്ധ കുർബാന പറ്റുന്ന സമയങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോവും, കുമ്പസാരിക്കും. പിന്നെ ന്യൂസിലാൻഡിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ അമ്മച്ചിമാരുണ്ട്, അവർക്ക് പോയി അവർക്ക് ശുശ്രൂഷകൾ ഞാൻ ചെയ്തു കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ പരിചരണങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ന്യൂസിലാൻഡിൽ പോയിട്ടായാലും അത് അവിടെ ചെന്നിട്ടും നമ്മൾ ചെയ്യുന്ന ജോലി എന്താ പറയുക, കാശ് ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇതല്ല, ഒരു സർവീസ് എന്ന രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു ഞാൻ പോകണം. അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവ് വഴി എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എൻ്റെ ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. വിലാപങ്ങൾ 3:24-25 തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. നീതു ജെയിംസ് എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഓഫ്ലൈൻ ഉടമ്പടിയും പിന്നീട് ഓൺലൈൻ ഉടമ്പടിയും എടുത്ത മകൾ കടന്നുപോയ ജീവിത പ്രതിസന്ധികളിൽ പരിശുദ്ധമ്മയും ഈശോയും എങ്ങനെ ഇടപെടുകയും മെറിറ്റ് ഒട്ടുമില്ലാത്ത സാഹചര്യങ്ങളിലും സാധ്യതകളിലും അമ്മ മാതാവും ഈശോയും ഏറ്റവും ഭാരമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ ബ്രേക്ക് വരാത്ത രീതിയിൽ ജീവിതത്തെ സുരക്ഷിതമാക്കി ശുഭകരമാക്കിയത് എങ്ങനെയെന്ന് മകൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. മകൾ സൂചിപ്പിച്ചു, ന്യൂസിലൻഡ് പ്രോസസ്സിലേക്കാണ് മകൾ ആദ്യം പ്രവേശിക്കുന്നത്. അവിടെ ക്ലബിംഗ് സ്കോറിലാണ് അവിടെ പോകുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് കിട്ടുന്നത്. ആ ഉടമ്പടി എടുത്ത ആദ്യ നാളുകളിൽ തിഷ്ഠതയോടെ പ്രാർത്ഥിച്ച് വലിയ സമയ ദൈർഘ്യമൊന്നും ഇല്ലാതെ അയർലൻഡും ന്യൂസിലൻഡും ഒരുപോലെ വരികയും ന്യൂസിലൻഡ് ഓപ്റ്റ് ചെയ്ത് മകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഉടമ്പടി എടുക്കുന്നവരിൽ വരുന്ന ഒരു ചെറിയ പ്രശ്നം കൂടിയാണത്. നമ്മൾ ഒരു അനുഗ്രഹം കിട്ടി,
സുരക്ഷിതമായി എന്ന് കരുതുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തോട് നമ്മൾ തന്നെ ചില അലസതയും അലക്ഷ്യമായ രീതികളും ദൈവം ഇനി വേണ്ടല്ലോ, എനിക്ക് കാര്യങ്ങൾ ഓക്കെ ആയല്ലോ എന്ന് കരുതി സ്വന്തം വഴിക്ക് പോകുവാനുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. നമ്മളേത് കൂടുതൽ ആപത്തുകളിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്, വിശുദ്ധിയുടെ കുറവിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്, നമ്മുടെ ആ ആത്മാവിൻ്റെ ഇൻറ്റഗ്രിറ്റിയെയാണ് പലപ്പോഴും തകർക്കാറുള്ളത്. നമ്മൾ ജോലി ചെയ്തും അവിടെയുള്ള കാഴ്ച കണ്ടും അവിടെയുള്ള ജീവിതം ആസ്വദിച്ചുമൊക്കെ മുൻപോട്ട് പോകുമ്പോൾ അത് അല്പം കൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്ന പലതുമുണ്ടെന്നും അവിടെയൊക്കെയും ദൈവികമായ സംരക്ഷണമില്ലെങ്കിൽ ജീവിതം ക്ലേശകരമാകുമെന്നും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ഒരു കാര്യം നേടിയാൽ അവിടം കൊണ്ട് ഉടമ്പടി നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നവരായി പലപ്പോഴും കാണുന്നത്. മക്കൾ അതാണ് പറയുന്നത്, ഞാൻ ഉടമ്പടി ഉഴപ്പി എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ പെട്ടെന്ന് നിൽക്കുകയും എല്ലാ കാര്യങ്ങളും ലാഗാകാൻ തുടങ്ങുകയും ചെയ്തുവെന്ന, താമസിക്കാൻ തുടങ്ങിയെന്ന. പക്ഷേ മകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചാലും എൻ്റെ നല്ല കർത്താവ്, എൻ്റെ നല്ല ഈശോ എന്നോടൊരിക്കലും അവിശ്വസ്തത കാണിക്കില്ല. അവിടുന്ന് ഒരു അനുഗ്രഹത്തിൻ്റെ കരം പിരിച്ചെന്നെ ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ തിരികെ വരുവാൻ വേണ്ടി കാത്തിരിക്കും. അതിനുള്ള പല വഴികളും എനിക്ക് ഒരുക്കി തരും. മകൾ പറയുന്നുണ്ട്, ഇവിടുന്ന് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ മാതാവ് ഒരു ദൂതനെ കൂടെ ചേർത്ത് നിർത്തി. ആ നിമിഷം വരെ എനിക്കറിയാത്തൊരു മനുഷ്യൻ എന്നെ ന്യൂസിലൻഡ് വരെ സുരക്ഷിതമായി എത്തിച്ചേരുന്നതിന് ഒരു ഭയവുമില്ലാതെ, ഒരു ആകുലതയുമില്ലാതെ, എന്തായിത്തീരുമെന്ന് പോലും ആശങ്കപ്പെട്ടിരുന്ന എനിക്ക് അമ്മ ഇങ്ങോട്ട് ആളെ അയച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തിക്കുകയാണ് ചെയ്തത്. അത്ര കണ്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം, ദൂതന്മാരുടെ സംരക്ഷണം അനുഭവിച്ച ഒരു ജീവിതത്തിലാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അല്പം ലാഗിങ് വരുന്നത്. പ്രിയമുള്ളവരെ, മകൾ പറയുന്നുണ്ട്, പിന്നീട് തിരിച്ചറിയുന്നത് താനൊരു നല്ല കുമ്പസാരം നടത്തണം, താൻ ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങി വരണം, താൻ ഉപേക്ഷിച്ച അമ്മ മാതാവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. അവിടെ ആയതുകൊണ്ട് വീണ്ടും ഓൺലൈൻ ഉടമ്പടിയിലേക്ക് ജീവിതമൊന്ന് വിട്ടുകൊടുത്ത് മകൾ പിന്നീട് നടത്തിയ ദൈവശരണമുള്ള ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ക്ലബിംഗ് സ്കോർ ആയതുകൊണ്ട് PR കിട്ടില്ല, അതവിടുത്തെ റൂളാണ്. മകൾ പറയുന്നു, എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ റൂള് മാറുന്നു, പുതിയ നിയമം വരുന്നു. അത് കോവിഡ് കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് അവിടെ വന്നു ചേർന്നവരാണെങ്കിൽ പ്രത്യേക കാറ്റഗറിയിലുള്ളവർക്കെല്ലാം PR കൊടുക്കാൻ തീരുമാനമാവുന്നു. രണ്ടാമത് പരീക്ഷ എഴുതാതെ പണം മുടങ്ങാതെ മകൾക്കവിടെ PR-നുള്ള വഴിയൊരുങ്ങി കിട്ടുന്നു. ചെന്നപ്പോൾ പരീക്ഷ തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്നു. അത് 3 ചാൻസ് കഴിഞ്ഞു, 4-മത് 6 ലക്ഷം രൂപ അടക്കണം. ആ സമയത്താണ് തിരികെ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്ന് പിതാവിനെ ഓർത്ത് വീട്ടിലേക്ക് മടങ്ങുവാൻ വേണ്ടി ഒരു നല്ല കുമ്പസാരം ആ പന്നിക്കുഴിയിൽ നടത്തിയതുപോലെ മകൾ അപ്പോഴാണ്, എന്നെ ഇവിടം വരെ എത്തിച്ചെൻ്റെ അമ്മ മാതാവിനെ ഞാൻ പാതുവഴിയിൽ ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ ഇത്രത്തോളം ഞാൻ ക്ലേശിക്കുന്നത്. അമ്മയെ ചേർത്ത് പിടിച്ച് അതാ 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അവർ തന്നെ വിളിച്ചു പറയുന്നു, നാട്ടിലേക്ക് പോകേണ്ട, ഒരു ചാൻസ് കൂടി തരാം, 6 ലക്ഷം രൂപ അടയ്ക്കേണ്ട, നിന്നെ ഞാൻ പുതിയ ബാച്ചിനൊപ്പം ഇരുത്തുകയാണെന്ന്. ആ ഭാരങ്ങൾ ലഘൂകരിച്ച് കൊടുക്കുന്നത്, തടസ്സങ്ങൾ മാറ്റിക്കൊടുത്ത് വീണ്ടും ട്രാക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഒരു ദൈവിക സംരക്ഷണത്തെ മകളുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഒത്തിരി ഹഡിൽസ് ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ ഹഡിൽസൊക്കെ മറികടക്കുവാനുള്ള ആത്മശക്തിയും കണ്ണുകൾക്കുള്ള ഉൾക്കാഴ്ചയും ജീവിതത്തിലുള്ള സ്ഥിരതയും അമ്മ മാതാവ് നമുക്ക് ഉടമ്പടിയിലൂടെ നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഉടമ്പടി ഏതെങ്കിലും ഒരു കാര്യം നേടുവാൻ വേണ്ടിയുള്ള കുറുക്കുവഴിയല്ല. അമ്മ മാതാവും ഈശോയും ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ഉറപ്പിൻ്റെ വഴിയാണെന്ന് പറയുന്നത്. ഈ മകളെ എത്രത്തോളം കാത്തുകൊണ്ടു, തിരികെ വന്നപ്പോൾ എത്രത്തോളം മകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി, എല്ലാ മേഖലകളെയും അമ്മയും ഈശോയും എങ്ങനെ അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കും ഇത് അമ്മയും ഈശോയും തരുവാൻ സന്നദ്ധമാണ്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കണം. കുമ്പസാരത്തിന് വിശ്വസ്തതയില്ലായ്മയുണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മടിയുണ്ടോ എന്ന് പരിശോധിക്കണം. അമ്മ മാതാവ് തന്നെ, ഈശോ തന്നെ
നമ്മളോട് പറയും, മകനെ മകളെ ഇന്ന കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്, ജീവിതം ശരിയാകുമെന്ന്. ജീവിതം അമ്മ ശരിയാക്കി തരും. അമ്മയെ കാണാൻ വന്നാൽ അമ്മ കണ്ണടച്ചിരിക്കില്ല, കണ്ണു തുറന്ന് നമ്മുടെ ജീവിതത്തെ കാണും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ്. എൻ്റെ പേര് അൽക്ക. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പം അവിടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുതമാണ് ഞാനിന്ന് പറയുന്നത്. ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത് 2021 ലൈറ്റ ക്യാൻഡിൽ റിക്വസ്റ്റിലൂടെയാണ് കൃപാസന മാതാവിനെ പറ്റി ആദ്യം അറിയുന്നത്. അതറിയാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ ഫൈനൽ ഇയറിൽ എനിക്കൊരു പേപ്പർ പോവുകയുണ്ടായി. അതും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതല്ലായിരുന്നു. കാരണം ബാക്കിയുള്ള എല്ലാ സെമ്മിലും അത്യാവശ്യം ഫുൾ മാർക്ക് അടുപ്പിച്ചും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ഫൈനൽ സെമ്മിന് ഒരു പേപ്പർ പോയപ്പം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നില്ല. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നപ്പോഴാണ് എൻ്റെ സിസ്റ്ററും അമ്മയും പറയുന്നത്, കൃപാസന മാതാവ് എന്ന് പറഞ്ഞൊരു മാതാവുണ്ട്, നമുക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ മാതാവിനോട് പ്രാർത്ഥിക്കാം, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം അങ്ങനെ റീവാലുവേഷൻ കൊടുക്കാമെന്ന് ആദ്യം തീരുമാനിച്ചു. അപ്പം മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞങ്ങൾ റീവാലുവേഷൻ കൊടുക്കുവാണ്, അത് ഫാമിലി എല്ലാവരും കൂടെ ഞങ്ങൾ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രെയർ റിക്വസ്റ്റ് ഇട്ടും ഏറ്റവും കൂടുതലും ഞങ്ങളുടെ ഫാമിലി ഒരുമിച്ച് ഒരു ഇടവേളയില്ലാതെ പ്രാർത്ഥിച്ചൊരു മൊമെൻ്റാണെന്ന് ആദ്യം തന്നെ പറയാം. എല്ലാ പ്രാർത്ഥനകളും, ഉപവാസമായാലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതാണെങ്കിലും ധ്യാനം കൂടുന്നതായാലും ഒന്നിനും ഒരു ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചൊരു സമയമായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം, ഇതിപ്പം കുറേ ദിവസം കൊണ്ട് റിസൾട്ടും വരുന്നില്ല, റിവാലുവേഷൻ കൊടുത്തു, അതിൻ്റെ റിസൾട്ടും ഡിലേ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് മാതാവിനോട് ഞാൻ ചോദിച്ചു, മാതാവേ ടൈം പൊയ്ക്കൊണ്ടിരിക്കുവാണ്, കാരണം PGക്ക് അടുത്ത അഡ്മിഷൻ ഡേറ്റ് ആയി, PGക്ക് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു, എൻ്റെ റിസൾട്ട് എല്ലാം കൂടെ വന്നാൽ മാത്രമേ എനിക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഡിലേ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മാതാവ് ഒരു രാത്രി ഞാൻ ഏറ്റവും ലേറ്റായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കിടക്കാൻ പോകുന്ന ജസ്റ്റ് ബെഡിലൊന്ന് കിടന്നപ്പം എനിക്ക് പെട്ടെന്നൊരു പ്രകാശം വന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വണ്ടി എന്തെങ്കിലും വന്നതായിരിക്കും എന്ന്. പെട്ടെന്നൊരു നല്ലൊരു ബ്രൈറ്റ് ലൈറ്റും മാതാവിൻ്റെ ഒരു മുഖം തെളിയുന്നത് ചുവരിൽ എനിക്ക് കാണാൻ പറ്റി. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റും ഞാൻ പറഞ്ഞു, മാതാവേ നന്ദി, ചിലപ്പം ഇതൊരു അടയാളമായിരിക്കും, റിസൾട്ട് വരുന്നതിൻ്റെ അടയാളമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്കൊരു ദർശനമുണ്ടായി. അമ്മയ്ക്ക് ഇതുപോലെ മാർക്ക് കാണാനുണ്ടായി സ്വപ്നത്തിൽ. അതേ സെയിം മാർക്ക് തന്നെയാണ് റിവാലുവേഷൻ റിസൾട്ടിലും വന്നത്. അത് ഏറ്റവും വലിയ അത്ഭുതമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എൻ്റെ മാർക്ക് കിട്ടിയപ്പോഴൊക്കെ ഞാൻ ഒരു മിനിറ്റ് അഹങ്കരിച്ചിട്ടുണ്ട് എൻ്റെ കഴിവാണെന്ന്. അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത് എൻ്റെ ഒന്നുമല്ല, കർത്താവും മാതാവും എന്നെ തുണച്ചെങ്കിൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അന്ന് തൊട്ട് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അത് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാതാവും ഈശോയും തമ്മിൽ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട ആ മൊമെൻറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഞാൻ ഏറ്റവും കൂടുതലും ഈ ഒരു സംഭവം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടൊക്കെ പറഞ്ഞു. അപ്പം അവർക്കും അത്ഭുതമായി. അവരും ഇതുപോലെ ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഫേക്കല്ലേ, അതൊക്കെയാണ് ആദ്യം പറയുന്നത്. അപ്പം ഞാൻ അതുപോലെ അല്ല, ഇങ്ങനെ ഒരു മാതാവുണ്ട്, നിങ്ങൾ വിശ്വസിക്കണം, അത്ഭുതങ്ങൾ നിങ്ങൾക്കും കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇതുപോലെ ഫേസ്ബുക്കിൽ യൂട്യൂബിലെ ലൈവും ഉടമ്പടിയുടെ വീഡിയോസ് എല്ലാം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, ഉടമ്പടിയിലായിരിക്കുന്നവരുമുണ്ട്. അതോടൊപ്പം ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി പല ഭാഷകളിലുള്ള പത്രം മേടിക്കുകയുണ്ടായി. ഇംഗ്ലീഷും ഹിന്ദിയും കൊങ്കണി പല ഭാഷകളിലെ പത്രങ്ങൾ മേടിച്ചിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ ട്രാവൽ ചെയ്യുമ്പോഴും അവിടെയുള്ള ആൾക്കാർക്ക് ഈ മാതാവിനെ പറ്റി അറിയാൻ വേണ്ടി പത്രം കൊടുക്കുകയുണ്ടായി. അവരിതുപോലെ ചോദിക്കും, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം ഞാൻ അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരും പത്രം ഇതുപോലെ ഇങ്ങോട്ട് വന്ന് ചോദിക്കും.
അങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാരുണ്യ പ്രവർത്തനം കൂടുതലും ഈ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ വരുന്ന ഓരോ കുഞ്ഞു മക്കൾക്കും അല്ലെങ്കിൽ ഈ ഹേർട്ട് റിലേറ്റ് ചെയ്തും ലിവർ അങ്ങനെയൊക്കെ രോഗബാധിത റിലേറ്റ് ചെയ്ത് ഒത്തിരി സഹായം തേടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ മാക്സിമം GPയിലൂടെ പൈസ കൊടുത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി മാക്സിമം അവർക്കൊന്നും ഇഷ്ടമൊന്നും പെടത്തില്ല, പക്ഷേ അവിടെ പോയി മാക്സിമം പത്രം കൊടുത്ത് ഈശോനെ പറ്റി ഞാൻ ഇതുപോലെ പറഞ്ഞു കിട്ടുന്നത്. അതുകൂടാതെ എൻ്റെ സിസ്റ്ററിന് ജോലി കിട്ടിയത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ സിസ്റ്ററിന് ജോലി കിട്ടിയത്. എൻ്റെ സിസ്റ്റർ 2 മാസം മുന്നേ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനും സാക്ഷ്യം പറയുന്നു. ഇപ്പം എൻ്റെ അമ്മയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഉടമ്പടിയിലാണ്. ഞാൻ പുതുക്കാനാണ് വന്നേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉടമ്പടി പാലിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ഇപ്പം വയ്യാണ്ടൊക്കെ ഇരിക്കുമ്പം ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, മനഃപൂർവ്വമല്ല. പക്ഷേ ഞാൻ ഈശോനോട് മാപ്പ് പറഞ്ഞിട്ടും പഴയ പോലെ ഞാൻ അതേ സ്പിരിറ്റോടെ തന്നെ തിരിച്ചു വരുമെന്ന് മാതാവിനെ ഞാൻ വാക്ക് കൊടുത്ത് ഇനിയുള്ള എൻ്റെ ഉടമ്പടിയിൽ ഞാൻ അതിശക്തമായിട്ട് തന്നെ ഒരു മുടക്കം വരാതെ ചെയ്യുമെന്ന് ഞാൻ ഈ സന്നിധിയിൽ ഞാൻ ഇന്ന് മാതാവിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വാക്ക് കൊടുക്കുവാണ്. എല്ലാത്തിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ HM ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരിക്കലും ഒരു HM ആകണമെന്ന് ആഗ്രഹിക്കാതെ ഈ സ്ഥാനത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഭയങ്കര ടെൻഷനുള്ള വ്യക്തിയായിരുന്നു. ഒരു നിസ്സാര കാര്യത്തിന് എന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, പേടിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു HMൻ്റെ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യും. അപ്പോൾ തലേ ദിവസം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനും കൊണ്ട് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ഭയങ്കരമായ ഭയം. അന്ന് പിന്നെ ഞാൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയി മാതാവിനെയും ഈശോയും ഈ വിഷയം സമർപ്പിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. മാതാവും ഈശോയുമാണ് എനിക്ക് ഈ സ്ഥാനം നൽകിയതെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്ന് ചെയ്യാനുള്ള കൃപ ഈശോയെ നീ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേരുകയും ചെയ്തു. ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോയത്. അതിൻ്റെ ഫലമായിട്ട് ഇന്നും അങ്ങനെ തന്നെ പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും എന്നെ അത് വലിയ തരത്തിലൊന്നും ബാധിക്കാറില്ല. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതെന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. ഈശോയ്ക്ക് അമ്മ മാതാവിനും 1000 നന്ദി. അതുപോലെ തന്നെ എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷൻ ലഭിക്കുന്നതിനും അഡ്മിഷൻ കൂടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നല്ല ടീച്ചേഴ്സിനെ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ നിയോഗം വെച്ചിരുന്നു. അതെല്ലാം അമ്മ മാതാവ് വഴിയായിട്ട് എനിക്ക് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോയ് വഴി എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു പെർമനൻറ്റ് ടീച്ചർ. അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ മേലാണ് വരുന്നത്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും. അപ്പോൾ സ്കൂളിൽ പണികളൊക്കെ നടക്കുന്ന സമയത്ത് ഇതിനുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തും, ഞാൻ എങ്ങനെ തന്നെ ഇത് വഹിക്കുമെന്നോർത്ത് ഭയങ്കരമായി വിഷമിച്ചു. അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കളായി ഉപ്പ് എല്ലാം ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ലാതെ നിർമ്മാണ പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ മാനേജ്മെൻറ്റിൻ്റെ വകയായിട്ട് ഒരു ക്ലാസ് റൂം ചെയ്ത് തരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്രയും ഭാരം എനിക്ക് കുറഞ്ഞു കിട്ടി. അല്ലെങ്കിൽ ഞാനിതെല്ലാം സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി പറയുകയാണ്. കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ എന്ന്. പക്ഷേ അവിടെ നിന്ന് ടെൻഷൻ അടിച്ച് അനുഭവിച്ച ഉരുകി തീർന്ന എനിക്ക് അതിൻ്റെ വില മനസ്സിലാകുള്ളൂ. ആ സമയങ്ങളിലെല്ലാം അമ്മ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാശുരൂപത്തിൽ പിടിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇന്ന് വരെ അമ്മയും ഈശോയും എൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും അസുഖങ്ങൾ വരുമായിരുന്നു. പനി 2 മാസം കൂടുമ്പോൾ എനിക്ക് പനി വരും. എന്ന് വെച്ചാൽ ഇച്ചിരി ഇമ്മ്യൂണിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, ചൂട് തണുപ്പ് അങ്ങനെയൊന്നും നിൽക്കാൻ പാടില്ല.
അപ്പോഴാണെങ്കിൽ ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. 2 മാസം കൂടുമ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മാത്രമേ എനിക്ക് പനി മാറിയുള്ളൂ. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാവരെയും എനിക്കറിയാം, അവരെല്ലാവർക്കും നല്ല പരിചയമാണ്. കാരണം എല്ലാ മാസം അങ്ങനെ പോവുകയാണല്ലോ, 1.5-2 മാസം ആകുമ്പോഴത്തേന്. അതേസമയം ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും ഡെയിലി ബ്രെഡിലും എല്ലാം വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ എൻ്റെ ആ പനിയെല്ലാം മാറി. ഇപ്പോഴെനിക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ സെർവൻറ്റ് പോലും ഇല്ല വീട്ടിൽ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അമ്മ മാതാവ് ഈശോയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇതുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ ഈ കാശുരൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, സ്വർഗം താണിറങ്ങി ഭൂമിയിൽ പറുദീസ തീർക്കുന്ന ഇടമാണ് കൃപാസനം എന്നാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഞാൻ ഹോസ്പിറ്റലുകളിലും വീടുകളിലും എല്ലാം നടന്ന് കൊടുത്തിട്ടുണ്ട്. മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഓട്ടോയ്ക്കാണ്, അപ്പം ആ ഓട്ടോയിൽ കൊടുക്കും. അതുപോലെ എൻ്റെ ടീച്ചേഴ്സിന്, അതുപോലെ സുഖമില്ലാത്ത കുട്ടികളുടെ പാരൻസിന്, ഇങ്ങനെയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സുഖമില്ലാത്ത കുട്ടികളുടെ വീടുകളിൽ ചെന്ന് നേർച്ച വസ്തുക്കളായ ഉപ്പൊക്കെ ഞങ്ങൾ കൊടുത്തു വിടാറുണ്ട്. തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രധാനമായി എല്ലാ സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന അവിടെ പലർക്കും സാമ്പത്തികമായി ഞാൻ സഹായം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പത്രങ്ങളിലൊക്കെ സഹായം ചോദിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ സർജറി ചെയ്ത് കഴിഞ്ഞ 2 പേർക്ക് ഞാൻ സാമ്പത്തിക സഹായം കൊടുത്തു. അതുപോലെ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് സാമ്പത്തികം ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ കഴിയുന്ന എത്ര സഹായം ഞാൻ ആർക്കും ചെയ്തു കൊടുക്കാനായിട്ട് മനസ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പണ്ട് മുതലേ വളരെയധികം പ്രാർത്ഥനയിലും ജപമാല അതിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഇടുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ ജപമാല കഴുത്തിലിട്ടിരിക്കുകയാണ്. ഇന്നേ വരെ അതിനു മുമ്പ് ഞാൻ ജപമാല അങ്ങനെ ഇടില്ലായിരുന്നു. അതുപോലെ ഇത് ഒരിക്കലും ഞാൻ മാറ്റാറില്ല, കുളിക്കുമ്പോൾ പോലും ഇത് മാറ്റാറില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സാധാരണ ഈ മാലയൊക്കെ മാറ്റിയിട്ട് കളർഫുള്ളായിട്ടുള്ള മാലയൊക്കെ ഇടാറുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അഥവാ ഇട്ടാലും ഇത് മാറ്റാതെ അതിന് മുകളിൽക്കൂടെയൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ എപ്പോഴും മാതാവും ഈശോയും എൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ധൈര്യമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഈശോയും മാതാവും ഉണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ അവിടെ നിന്ന് മാനസികമായിട്ട് നമ്മൾ ഉരുകിത്തീരുന്ന ഓരോ സന്ദർഭങ്ങളുണ്ട്. അന്നേരം എല്ലാം അമ്മ മാതാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശുരൂപം മുറുകെ പിടിച്ചു കഴിയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, ഇന്നലെ വരെ എനിക്ക് ഇങ്ങോട്ട് പോരുന്ന സമയത്ത്, ഇന്ന് രാവിലെ വരെ എന്നോട് അനുഭവം ഉണ്ടായി. അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതുതന്നെയാണ് ഇതുവരെയും അൽക്കായും അമ്മ ജീനയും നമ്മോടും പറഞ്ഞത്. അൽക്ക എങ്ങനെയാണ് ഡിഗ്രി ഒരു സബ്ജക്റ്റ് മിസ്സാകുന്നതും പിന്നീട് റീവാലുവേഷന് കൊടുക്കുന്നു, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു, അത് ലേറ്റ് ആകുന്നു. എന്നാൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, അതിലൂടെ ഈ ലേറ്റായ ആ ഒരു അവസ്ഥയിൽ ഇനി മുമ്പോട്ട് എങ്ങനെ PGക്ക് അഡ്മിഷൻ കിട്ടുമോ, ഇങ്ങനെയുള്ള ഉത്കണ്ഠകളാൽ അൽക്ക വിഷമിക്കുമ്പോൾ അൽക്കയ്ക്ക് ഒരു ദർശനമുണ്ടാകുന്നു. മാതാവ് എങ്ങനെയാണ് സ്വപ്നത്തിൽ അൽക്കയുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. മനസ്സിന് ബലം കിട്ടുന്നു. അതേ ദിവസം തന്നെ അമ്മയും കാണുകയാണ് എത്ര മാർക്കാണ് ഈ മകൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ റീവാലുവേഷൻ്റെ റിസൾട്ട് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള
ഒരു റിസൾട്ട് ഈ മകൾക്ക് കിട്ടുന്നു, PG അഡ്മിഷൻ കിട്ടുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ വേദനിച്ച നിമിഷങ്ങളാണത്. ആരും മനസ്സിൽ ധൈര്യപ്പെടുത്താനില്ലാത്ത സമയത്ത് പരിശുദ്ധ അമ്മ കൂടെയുണ്ട് എന്ന് തനിക്ക് ബോധ്യം നൽകിയ നിമിഷങ്ങളാണ്. കുടുംബം ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച നിമിഷങ്ങളാണ്. പ്രേക്ഷിത പ്രവർത്തനം നടത്തി അവർക്ക് ഇതിന് മറുപടി ലഭിക്കാതെ പോകരുത് എന്നുള്ള ഒരേ ഒരു വാശി എന്ന് തന്നെ പറയാം. അതായത് പോസിറ്റീവ് സെൻസിൽ ദൈവത്തെ നേടുന്നതിന് വേണ്ടി തങ്ങൾക്കുള്ളതെല്ലാം, തങ്ങളുടെ സമയം, ആരോഗ്യം എല്ലാം അവർ മാറ്റിവെക്കുന്നു. ആ മാറ്റിവെക്കലിലൂടെ കർത്താവിനോട് മുഖാഭിമുഖം സംസാരിച്ച മോശയെ പോലെ 33 പുറപ്പാട് 33:11 നമുക്ക് 33:11 മുതൽ നമുക്കത് കാണാൻ കഴിയും. എങ്ങനെയാണ് മോശയും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടി ജീവിതം നയിച്ചതെന്നുള്ളത്. അങ്ങനെ ആ ഒരു ബന്ധമൊക്കെ യുവതികളായ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. തനിക്ക് ഒത്തിരിയേറെ വീഴ്ചകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാനതൊക്കെ മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ വരില്ല എന്നൊക്കെ ഈ മകൾ ഇവിടെ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എത്രമാത്രം താൻ ആശങ്കപ്പെട്ടും അതുപോലെ ഭയപ്പെട്ടുമാണ് തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോയതെന്നും, എന്നാൽ അമ്മയെയും കൊണ്ട് പോയപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ കാശ്രൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് അത് തനിക്ക് കൂട്ടായിരുന്നു. തനിക്ക് ഏറ്റവും ബലം കിട്ടിയ ദിവസങ്ങൾ പിന്നീട് ഇന്ന് വരെ തനിക്ക് തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ തൻ്റെ സഹപ്രവർത്തകരോടായാലും സ്കൂളിലെ ഓരോ കാര്യത്തിനായാലും HM എന്നുള്ള രീതിയിൽ ഇന്ന് വരെ തനിക്ക് പുറകോട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരും കൂട്ടായ പ്രവർത്തനം, ഏതെങ്കിലും സാമ്പത്തിക ബാധ്യത വന്നാൽ തന്നെ അതൊന്നും തന്നെ ഏശാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ സഹകരണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ഇന്ന് ഇവിടെ നിന്ന് ഈ മക്കൾ സാക്ഷ്യം പറയുമ്പോൾ ജോഷുവ എങ്ങനെയാണ് സമാഗമ കൂടാരത്തെ വിട്ടുപോകാതെ, മോശ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴും നൂനിൻ്റെ പുത്രനായ ജോഷുവ സമാഗമ കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ആ മകൻ കർത്താവിനോടൊപ്പം അവിടെയായിരുന്നു ചിലവഴിച്ചിരുന്നത് രാത്രി മുഴുവൻ. ഈ കൃപാസനം എന്ന കൂടാരത്തെ വിട്ടുപോകാതെ ജീവിതത്തിലെ ദുരിത അനുഭവങ്ങളിൽ ഈ കൂടാരത്തിൽ അഭയം തേടിയാൽ പിന്നെ വിട്ടുപോകാതെ നിൽക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും ബോധ്യത്തോടെ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. വിട്ടുപോയാൽ അതിന് റിക്കൺസിലിയേഷൻ ഉണ്ട്. അത് ബോധ്യത്തോടെ തന്നെ നാം റിക്കൺസിലിയേഷനിലേക്ക് കടന്നു വന്ന് പിന്നീട് എപ്പോഴും നമുക്ക് തോന്നുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ല, കർത്താവിന് കൊടുത്ത വാക്കനുസരിച്ചുള്ള ഒരു ജീവിതം. ആ വാക്ക് പാലിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമുക്കും ഈ കൂടാരത്തെ വിട്ടുപോകാതിരിക്കാനുള്ള കൃപ ദൈവം തരും. ഈ കൂടാരത്തിൽ നിന്ന് കൂടുതൽ കൃപകൾ നേടി നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ ദൈവം കൂടെ നടക്കുന്ന അനുഭവമായിട്ട് ഏശയ്യായുടെ പുസ്തകത്തിൽ നാം കേട്ട തിരുവചനം പോലെ ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കൂടെ നടക്കുന്ന അനുഭവമായിട്ട് നമുക്കും നമ്മുടെ ജീവിതത്തിന് ബലം കിട്ടും, മറ്റുള്ളവർക്ക് ബലം കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ സ്ഥിരം സാക്ഷിയാക്കി മാറ്റിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ആദ്യമായി നേർന്നുകൊള്ളുന്നു. എൻ്റെ പേര് ബെറോസ്, ഇത് എൻ്റെ വൈഫ് മേരി ഗീത. ഞങ്ങൾ രണ്ടുപേരും കന്യാകുമാരി ജില്ലയിലെ തൂത്തൂർ ഫറാനയിലെ വിശുദ്ധ നിക്കലോസ് ദേവാലയം നീരോടി അവിടെ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഒരു പരീക്ഷയുടെ കാര്യം വെച്ചിട്ടാണ്. ഞാനൊരു ചെറിയ അധ്യാപകനാണ് പ്രൈമറി സ്കൂളിലെ. ഇവിടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി TNTET എന്ന് പറയുന്ന എക്സാം പാസ്സാകണം. പക്ഷേ 2015 എനിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. പക്ഷേ ഒരു നിബന്ധനയോടെയാണ് അപ്പോയിൻമെൻറ്റ് തന്നത്. വരുന്ന 1 കൊല്ലത്തിനുള്ളിൽ അത് എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധന.
ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. 10 കൊല്ലം ഇതിനു വേണ്ടി പ്രയത്നിച്ചു, ഒത്തിരി പ്രിപ്പയർ ചെയ്തു, പഠിച്ച് എക്സാം എഴുതി. എല്ലാം എൻ്റെ മെറിറ്റിലാണ് എക്സാം എഴുതിയത്. പക്ഷേ അതിൽ യാതൊരു ഫലവും എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് 2022 കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഇവിടെ കടന്നു വരികയും ഉടമ്പടി എടുക്കുകയും അതുവഴി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് എക്സാം ഉണ്ടായി, അതിലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തെ ഉടമ്പടി കുറച്ചൊക്കെ മനസ്സിലാക്കി വരാൻ കുറച്ച് കാലതാമസം എടുക്കുകയുണ്ടായി. എന്നിട്ടത് പുതുപ്പിച്ചിട്ട് വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എക്സാം അനൗൺസ് ചെയ്തു, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റെഡിയായി. ആ സമയത്ത് ഞാനൊരു BLO കൂടെയാണ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു BLO കൂടെയാണ്. ആ സമയത്താണ് SIR എന്ന് പറയുന്ന പരിപാടി കടന്നു വന്നത്. പിന്നെ അതാണെങ്കിൽ രാവിലെ തുടങ്ങിയ ജോലി ഞാൻ ചിലപ്പോൾ തീർക്കുന്നത് രാത്രി 4 മണി 3 മണി ഇങ്ങനെയൊക്കെയാണ്. അത്രയ്ക്കും പ്രഷറാണ് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ. 1.5 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലി പക്ഷേ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ 25 ദിവസത്തിനുള്ളിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത്രയ്ക്കും പ്രഷറായിട്ട് ചെയ്തു. അപ്പോൾ രാവിലെ 7 മണിക്ക് തുടങ്ങും, രാത്രി വരെ ഫുള്ളായിട്ട് ഇത് തന്നെ ജോലി. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും അവർക്ക് തൃപ്തിയില്ലായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ എനിക്ക് പഠിക്കാനുള്ള സൗകര്യവുമില്ല, ഒന്നുമില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ എനിക്ക് ഒരു പേടി തോന്നി, ഈ പരീക്ഷ എങ്ങനെ പാസ്സാകും. അതിനിടയ്ക്ക് തന്നെ കോർട്ടിൻ്റെ ഒരു ഓർഡർ കൂടെ ഉണ്ടായിരുന്നു, അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അവരത്ര പേരെയും പിരിച്ചുവിടും എന്നുള്ള ഒരു ഓർഡർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ കടന്നു വന്നപ്പോൾ വീണ്ടും മനസ്സിന് നല്ല പ്രയാസമുണ്ടായി, ഇതെങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലായി. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മുടക്കമില്ലാതെ ചെയ്തുകൊണ്ട് പോയിരുന്നു. 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, പിന്നെ പള്ളിയിൽ പോകും, രാവിലെ പള്ളിയിൽ പോകും. വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ജപമാല, ബൈബിൾ വായന, ഇതൊന്നിനും മുടക്കമില്ലാതെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാം വന്ന്, അപ്പോൾ എക്സാം എഴുതണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലായി അവസാനം. അപ്പോൾ വൈഫ് പറഞ്ഞ്, അല്ല അത് നിങ്ങളല്ല എഴുതുന്നത്, മാതാവാണ് എഴുതാൻ പോകുന്നത്, അതുകൊണ്ട് പേടിക്കണ്ട, പോയി എഴുതിയിട്ട് വന്നാൽ മതി, ബാക്കിയുള്ളത് അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഞാനും അന്നേ ദിവസം ഒന്നും പഠിച്ചില്ല. 1.5 മാസം കൊണ്ട് പുസ്തകം തുറന്നു നോക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പഠിക്കാത്തതല്ല, സമയം കിട്ടിയില്ല. അങ്ങനെ എൻ്റെ മെറിറ്റ് സീറോയിലേക്ക് പോയി. 0 അല്ല, അതിനേക്കാളും താഴ്ന്ന് മൈനസിലോട്ട് പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ ഡിപ്രഷനായി. എന്തായാലും പരീക്ഷ എഴുതി നോക്കാം എന്നുള്ള രീതിയിൽ പോയി പരീക്ഷ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ട് പോയി. അമ്മ എൻ്റെ മുമ്പിൽ പോകണം, അല്ലാതെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അമ്മ പോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ അന്നേ ദിവസം ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോയി. ഞാൻ പോയത് ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ പോയ ഉടനെ ആദ്യമായിട്ടൊരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സന്തോഷമായി. ഞാൻ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വൈഫ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എക്സാം തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. ഇനി മുമ്പോട്ട് പോകാൻ പാടാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട്. എന്നിട്ടൊരു 10 മണിക്ക് തുടങ്ങി 11 മണിയാകുമ്പോൾ എനിക്ക് മാതാവിൻ്റെ അനുഭവം അനുഭവിച്ചറിയാൻ പറ്റി. ഞാനിരിക്കുന്ന സ്ഥലത്ത് ഒരു നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ബോധ്യമായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ ആ ഉത്തരങ്ങൾ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ഒന്നൊന്നായിട്ട്. അവസാനം സമയം തീരാറായി. 10 മിനിറ്റ് മുമ്പിൽ
പരീക്ഷ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വന്നു, റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തിരി കത്തിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മാതാവിൻ്റെ ഒരു രൂപം ആ തിരിയിൽ തെളിയുകയും അത് ഞങ്ങൾ ഫോട്ടോ വീഡിയോ ആയിട്ട് എടുത്ത് വച്ചിരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷമായി. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് നമുക്ക് പേടിക്കണ്ട. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് പൈൽസിൻ്റെ അസുഖമുണ്ടായിരുന്നു. അപ്പോൾ അത് 1.5 കൊല്ലം കൊണ്ട് അങ്ങനെ അതുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉടമ്പടി തൈലമെടുത്ത് ഒരാഴ്ച പോലെ പ്രാർത്ഥിച്ച് അതിൽ പുരട്ടുകയും ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ തന്നെ മറന്നുപോയി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലമായി അതിനെ ഇപ്പോൾ കാണാനില്ല. അതും അമ്മ മാറ്റി തന്നു. അടുത്തത് എൻ്റെ വൈഫിൻ്റെ ഒരു ജോലി സംബന്ധമായ ഒരു സാക്ഷ്യമാണ്. വൈഫാണെങ്കിൽ ഒരു MBA കാൻഡിഡേറ്റാണ്. പക്ഷേ ആദ്യമായിട്ട് ജോലി ചെയ്തത് ഒരു ഷോറൂമിൽ, ബൈക്ക് ഷോറൂമിലാണ് ജോലി ചെയ്തത്. ഒരു തുച്ഛമായ സാലറിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ബാങ്ക് എക്സാം എഴുതണം, ഒരു ബാങ്കിൽ ഒരു ജോലി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ബാങ്ക് എക്സാം കുറേയൊക്കെ എഴുതി. ഒന്നും കിട്ടിയില്ല. പിന്നെ ഉടമ്പടി എടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ, ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ അവക്കും ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ ഉടമ്പടി എടുത്താൽ ഇതെല്ലാം നമുക്കും ചെയ്യാം, അപ്പോൾ നിങ്ങൾ മാത്രം ചെയ്താൽ മതിയോ, അപ്പോൾ എനിക്കും ചെയ്യണം എന്നുള്ള രീതിയിൽ വന്ന് വീണ്ടും ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത 6 മാസത്തിനുള്ളിൽ അവിടെ നിന്നും ആദ്യത്തെ ജോലി ഒരു ചെറിയൊരു ബാങ്കിൽ തന്നെ കിട്ടി. അതിനേക്കാളും കുറച്ച് സാലറി കൂടുതലായിട്ടുള്ള ബാങ്കിലാണ് കിട്ടിയത്. വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞ ഉടനെ ഫെഡറൽ ബാങ്കിലെ കാസ RM ആയിട്ട് ജോലി ലഭിക്കുകയും ആവശ്യത്തിനനുസരിച്ചുള്ള സാലറി ലഭിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം വൈഫിൻ്റേത് തന്നെ. രാത്രി ഉറങ്ങി എണീറ്റതിന് ശേഷം ഒരു കണ്ണ് മൊത്തമായിട്ട് നല്ല വലുതായി ചുമന്ന് കണ്ണ് കാണാതെ അങ്ങനെ ഇരുന്ന്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാഴ്ച വരെ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൽ ഒരു കുറവുമില്ല. അവസാനം കണ്ണിൻ്റെ കാഴ്ച ശക്തി തന്നെ കുറേ ആയിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ വേറെ ഒരു ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെയും പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ കണ്ണിന് കാഴ്ച ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ് എന്ന് പറഞ്ഞ്, നിങ്ങൾ നാളെ വരെയും നമുക്ക് എല്ലാ ടെസ്റ്റുകളും നോക്കി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വെച്ച് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വന്നതാണ്, നാളെ വരുമ്പോൾ ഞങ്ങൾക്കിതൊന്നും ഇരിക്കരുത്, സാക്ഷി പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വന്നു. എന്നാൽ അതുപോലെ അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ യാതൊരു പ്രശ്നവും കാണുന്നില്ല. അവിടെ പോയതിനു ശേഷം കണ്ണിൻ്റെ കാഴ്ചകൾ കുറേശ്ശെയായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുഴുവനും കണ്ണിൻ്റെ കാഴ്ചശക്തി മുഴുവനും കിട്ടി. അങ്ങനെ രണ്ടാമത്തെ അത്ഭുതവും മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു. മൂന്നാമത്തെ അത്ഭുതം എന്തെന്ന് വെച്ചാൽ, ഒരു മൈഗ്രെയിൻ്റെ അസുഖമുണ്ടായിരുന്നു. അത് കുറേ കാലമായി, ഏകദേശം 15 കൊല്ലത്തിൻ്റെ മുകളിലാണ്. അത് വന്നാൽ പിന്നെ ആളിനെ പിടികിട്ടത്തില്ല, ബെഡിലാണ് ഫുള്ളായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇതുമായിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നുണ്ട്. എന്നാലും യാതൊരു കുറവുകളുമില്ല. പിന്നെ മെഡിസിൻ കൂടുതലായിട്ട് ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. മെഡിസിൻ്റെ അലർജി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഈ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാ ദിവസവും എടുക്കും. ആഹാരത്തിലായാലും ശരി, പ്രാർത്ഥിക്കുമ്പോഴും ശരി, എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇതിനു വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ഇതുവരെ ഇന്ന് ഏകദേശം 1.5 കൊല്ലത്തിൻ്റെ മുകളിലായി. ഇതുവരയ്ക്കും ഈ അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ മൂന്നാമത്തെ അത്ഭുതവും അമ്മ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നു.
ഇത്രയും വലിയ അത്ഭുതങ്ങൾ ചെയ്തു തന്ന മാതാവിന് നന്ദി. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം, ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് എല്ലാ ദിവസവും വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ബൈക്ക് എടുത്തിട്ട് പോകും. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇത് എവിടെ പോകണം എന്നുള്ളത് കാണിച്ചു തരണം എന്ന് ചോദിച്ചിട്ടാണ് അന്നത്തെ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ആരുടെ കയ്യിൽ എത്തണമോ ആ ഏരിയ, ആ സ്ഥലങ്ങളൊന്ന് മനസ്സിൽ വന്നു പോകും. അവിടെ തന്നെ കൊണ്ട് കൊടുക്കും. എന്നാൽ അവിടെ ഉള്ള ജനങ്ങൾക്കും മക്കൾക്കും അത് നല്ല ഉപയോഗമുള്ളതായി അവിടെ നിന്നും കുറേ ആളുകൾ ഉടമ്പടി എടുക്കാനും ആത്മീയ ജീവിതത്തിൽ വരാനും സാധിച്ചു. ധ്യാനങ്ങൾ, ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയും മുടങ്ങാതെ കൂടാറുണ്ട്. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, സ്റ്റേറ്റസ് ഇടാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0 ആത്മീയ ജീവിതം. ഞാൻ പള്ളിയിൽ കയറിയിട്ട് തന്നെ കുറേ വർഷങ്ങളായി. അങ്ങനെ പള്ളിയിൽ പോയാലും പുറത്ത് നിന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ എന്ന് ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നോ, എന്ന് ഞാൻ അറിഞ്ഞോ, എന്ന് ഈ മണ്ണ് ചവിട്ടിയോ, അന്നേ ദിവസം മുതൽ എൻ്റെ ആത്മീയ വളർച്ച കുത്തനെ ഉയർന്നു. എല്ലാവരും അതിശയിക്കുന്ന രീതിയിൽ എൻ്റെ ആത്മീയ വളർച്ച ഉണ്ടായി. എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കും. അങ്ങനെ എൻ്റെ ആത്മീയ വളർച്ച ഉയർന്നു. അതുപോലെ വൈഫും അങ്ങനെയാണ്. എല്ലാ ദിവസവും ഇതുവരെയും ഞങ്ങൾ ഉടമ്പടിയിൽ വന്നിട്ട് 1-2 ദിവസം മാത്രം പള്ളിയിൽ പോകാത്ത ദിവസമുണ്ടായിരിക്കും. അതും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് മിസ്സാകാറുണ്ട്. അല്ലാത്ത ദിവസം ഒരു ദിവസം പള്ളിയിൽ പോയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ തിരക്കി അന്നേ ദിവസം കുർബാന കണ്ടിട്ട് തന്നെ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ ആത്മീയ ജീവിതം വളർന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ രണ്ടുപേരും, പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഈ വേറെ 2 പേര്, അങ്ങനെ 4 പേരായിട്ട് ചേരും, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരായിട്ട് ഈ വൃദ്ധമന്ദിരങ്ങൾ, പിന്നെ കൊച്ചുകുട്ടികളുടെ അവരെ സംരക്ഷിക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ, ആശുപത്രികളിൽ ഇവിടെയൊക്കെ പോയി അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ ആഴ്ചയ്ക്ക് ഒരു വെള്ളിയാഴ്ച ആകുമ്പോൾ പൊതിച്ചോറുകളെല്ലാം കൊണ്ട് കൊടുക്കുന്നതാണ്. ആശുപത്രികളിലും തെരുവോരങ്ങളിലും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നു. ഒത്തിരി വെച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നടന്നു. ആ നടന്നതിൻ്റെ ആ മക്കൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിനെ പറയാൻ പറ്റിയില്ല. അവർ വരുമ്പോൾ വീണ്ടും പറയുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഇത്രയും വലിയ അനുഭവങ്ങൾ തന്ന് ഈ അൾത്താരയിൽ കയറാൻ തന്നെ ഒരാഗ്രഹമുണ്ടായിരുന്നു. എന്നാണ് ഇവിടെ വന്ന് കയറണം എന്നുള്ള ഒരാഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ കയറണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങളെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ കൊണ്ട് നിർത്തി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം നന്മകൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദികൾ അറിയിച്ചുകൊള്ളുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. ബെറോസ്, മേരിഗീത എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് വലിയ വലിയ സങ്കടങ്ങളുടെ കണക്കിൽ അവർക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ വേണ്ടിയാണ്. 10 വർഷത്തോളം പഠിച്ച് ഒരുങ്ങിയിരുന്ന ഒരു കേറ്ററ്റ് പരീക്ഷ, ടെറ്റ് എന്ന തമിഴ്നാട് ടെറ്റ് പരീക്ഷ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വലിയ ഒരു പ്രതിസന്ധി എന്ന BLO ചാർജ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ചാർജ് അദ്ദേഹത്തിനുണ്ടാകുന്നത്. അദ്ദേഹം തോറ്റുപോകും, പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല, ഓവർ വർക്ക്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ വളരെ ശക്തമായും അദ്ദേഹം പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ തന്നെ അദ്ദേഹത്തിന് ടെറ്റ് പരീക്ഷ പാസ്സാകാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ മധ്യസ്ഥം നൽകി ഈശോ ഒരു വലിയ വിജയം നൽകിയെന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്
ക്രിസ്തീയ ജീവിതം വളരെ സീറോ ആയിരുന്നു. അദ്ദേഹം തന്നെ ഏറ്റുപറയുകയായിരുന്നു. സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിവാഹ സമയത്ത് മാത്രമാണ് ഞാൻ മുഴുവൻ സമയവും പള്ളിയിലുണ്ടായിരുന്നത്. അതിനുശേഷം കൃത്യമായി കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കഥ പറയാനും അവിടെ സമയം ചെലവഴിച്ച് പുറത്തു വന്ന് പള്ളിമുറ്റത്ത് നിന്ന് തിരിച്ചു പോകാറാണ്. അതായിരുന്നു എൻ്റെ ആധ്യാത്മികത. അതിൽ നിന്ന് അദ്ദേഹം ഇന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം പോലും ഈശോയെ സ്വീകരിക്കാത്ത ദിവസങ്ങളില്ല എന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു. 1.5 വർഷമായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിനെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തിയിരുന്ന പൈൽസ് എന്ന അസുഖം ഇവിടെ വന്ന് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചതായി ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ വൈഫ് ഒരു MBA പേഴ്സണാണ്. വൈഫിന് ഒരു മാന്യമായ ജോലിയോ ഒരു മാന്യമായ സാലറിയോ ഇല്ല. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വൈഫിന് ഒരു ജോലി കിട്ടിയത് ബാങ്കിലെ ഒരു സ്റ്റോർ കീപ്പറായിട്ടാണ്. അവിടെ നിന്ന് ഉടമ്പടി ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് പ്രൊമോഷൻ ആഫ്റ്റർ പ്രൊമോഷൻ ലഭിച്ച് അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് ഇന്ന് നല്ലൊരു സാലറിയോടുകൂടി മാന്യമായ ഒരു ജോലി ബാങ്കിൽ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ വലിയൊരു സൗഖ്യമാണ്. കണ്ണിന് വാതം ബാധിച്ചിരുന്നു എന്നാണ് ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട്. അത് സൗഖ്യപ്പെടുകയില്ല. കണ്ണിൻ്റെ കാഴ്ച ഗ്രാജുവലി നഷ്ടപ്പെടുന്ന, ഐസൈറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അവരുടെ ഉടമ്പടിയാണ് അവർക്ക് ഉറപ്പ് നൽകിയത്. കണ്ണിന് കാഴ്ച നൽകിയവൻ, അന്ധന് സൗഖ്യം നൽകിയവനെല്ലാം ഈശോ തന്നെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ ഉടമ്പടിയുടെ ശക്തിയിൽ വൈഫിനെ മേരി ഗീതയ്ക്ക് കണ്ണിന് സൗഖ്യം നൽകി പൂർണ്ണ കാഴ്ച നൽകിയെന്ന് ഏറ്റുപറയുന്നു. 15 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അവർക്ക് സൗഖ്യം ലഭിച്ചു. ഇതെല്ലാം ഉടമ്പടിയുടെ വലിയ ശക്തമായ ഇടപെടലിലൂടെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ അവർക്ക് സാധിച്ചു എന്ന് ഏറ്റുപറയാൻ സാധിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ആസ്തി. ഇവിടെ ബൈറോസ് ഏറ്റുപറയുകയുണ്ടായി, എനിക്ക് ഇന്ന് ഈശോയാണ് എൻ്റെ പ്രയോറിറ്റി. താനൊരു അധ്യാപകനാണ്. പാവപ്പെട്ട കുട്ടികളുടെ ഇടയിലേക്ക് ചെല്ലാനും അവരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ കേൾക്കാനും അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനുമെല്ലാം തൻ്റെ ദുഃഖങ്ങളെല്ലാം മറന്ന് കുഞ്ഞുകുട്ടികളെ സഹായിക്കാനുള്ള വലിയ ഒരാസ്തി അന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ബെറോസിനും മേരി ഗീതയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല ശേഖരണത്തിൻ്റെ സാക്ഷിയായി മാറ്റിയതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ആര്യ ഉണ്ണി. ഞാൻ എറണാകുളം പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2019 ഞാൻ കൃപാസനത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. വരാനുണ്ടായ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 8ാം ക്ലാസ് മുതൽ ഒരു നെഞ്ചുവേദന വരും, എപ്പോഴും വരുമായിരുന്നു. അത് സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു. പല ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് എപ്പോഴും വരുമായിരുന്നു. അങ്ങനെ ആ വേദന ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ടെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ ഉള്ളൊരു സൗഖ്യം അല്ലാണ്ട് അതിന് പൂർണ്ണമായിട്ടൊരു സൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ +2 പഠനം കഴിഞ്ഞ് ഞാൻ നീറ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് വിമലാലയം എന്ന് പറഞ്ഞൊരു സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റലിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് എനിക്ക് ഡെയിലി നെഞ്ചുവേദന വരും. രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഹോസ്റ്റലായതുകൊണ്ട് പാരൻസ് ഒന്നും കൂടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ ഒരു ഫ്രണ്ട് കൃപാസനത്തിനെ പറ്റി പറയുന്നത്. അപ്പോൾ കൃപാസന പത്രം വായിച്ചപ്പോൾ ഒരുപാട് പേരുടെ സൗഖ്യം വായിക്കാനിടയായി. അപ്പോൾ മനസ്സിലൊരു വിശ്വാസം വന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മാറും എന്നുള്ളത്. അങ്ങനെ 2019 ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഒരുമിച്ച് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അപ്പം ഞാനൊരു ഹിന്ദു ആണ്. എനിക്ക് ജപമാല ചൊല്ലാനോ അതിനെപ്പറ്റിയൊന്നും ഒരു കാര്യം അറിയില്ലായിരുന്നു. പക്ഷേ വിമലാലയം സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റലായതുകൊണ്ട് എനിക്ക് ഡെയിലി കുർബാന കൂടാനും ജപമാല ചൊല്ലാനും എല്ലാത്തിനും പറ്റിയൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ 2019 ഉടമ്പടി എടുത്തപ്പോൾ മാറിയ നെഞ്ചുവേദനയാണ്. ഇപ്പോൾ 6 വർഷമായി. പിന്നെ ഒരിക്കലും എനിക്ക് ആ വേദന വന്നിട്ടില്ല. ചെറുതായിട്ടൊരു ഗ്യാസ് വരുമ്പോൾ വേദന പോലും, അങ്ങനെ പോലും എനിക്കൊരു നെഞ്ചുവേദന വന്നിട്ടില്ല. ഇപ്പോൾ 6 വർഷമായി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യം. അങ്ങനെയാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സ്റ്റഡീസൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2025 ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. ആ സമയത്ത് എനിക്ക് ചില വേർഡ്സ് കാണാൻ പറ്റുന്നില്ല. അതായത് ഇപ്പോൾ 2025 നോക്കുമ്പോൾ 25 കാണൂല. അമ്മയുടെ ഫേസിൽ നോക്കുമ്പോൾ അമ്മയുടെ ഒരു കണ്ണ് കാണണില്ല. അങ്ങനെ വിഷൻ ബ്ലൈൻഡ് സ്പോട്ട് പോലെ വന്നു. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടുത്തെ ഒരു വിഷൻ കട്ടായി. അതായത് ഈ
റൈറ്റ് പെരിഫറൽ വിഷൻ കാണാൻ പറ്റാത്തൊരവസ്ഥയും അത് ഇനി 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിഷൻ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെ ടെൻഷനായി ഐ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ OCT സ്കാൻ, വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ്, അങ്ങനെ കുറേ സ്കാനിങ് ഒക്കെ നടത്തി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു കണ്ണിന് പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല, മൈഗ്രെയിൻ ഓറയായിട്ടാണ് തോന്നുന്നത്. അതായത് മൈഗ്രെയിൻ വന്നതിന് മുന്നേ ചിലവർക്ക് ഇങ്ങനെ കണ്ണിന് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അങ്ങനെയാണ്, നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് വരുമോയെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അങ്ങനെ മാർച്ച് 22-ാം തീയതി ഇതേപോലെ ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ കിട്ടണില്ല. ഭയങ്കര സ്കേറി ആയിട്ട് തോന്നും. കാരണം നമുക്ക് എൻ്റെ അമ്മയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഒരു സാധനത്തിൻ്റെ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടണില്ല. അങ്ങനെ ഞാൻ ഭയങ്കര കരച്ചിലായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതേപോലെ എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത പോലെ വന്നിട്ട് ഇവിടുത്തെ വിഷൻ കട്ടായിപ്പോയി. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി, ബാക്ക് ടു എല്ലാം ഓർമ്മ വന്നു, ഓക്കെ ആയി. അങ്ങനെ പിന്നെയും ടെൻഷനായി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം, ന്യൂറോക്കാണ് ഇത് കണ്ണിൻ്റെ പ്രശ്നമായി തോന്നുന്നില്ല, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ ആയിട്ടാണ് തോന്നണേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ന്യൂറോളജിസ്റ്റിനെ പോയി കണ്ടു. ന്യൂറോളജിസ്റ്റിനെ കണ്ടപ്പോൾ ന്യൂറോളജിസ്റ്റ് പറഞ്ഞു നമുക്ക് MRI എടുക്കണം, മൈഗ്രെയിൻ ഓറയാണെന്ന് പ്രത്യേകിച്ച് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റില്ല, അപ്പോൾ വേറൊരു അസുഖം അല്ലാന്ന് ബ്രെയിൻ MRI എടുത്ത് തീരുമാനിച്ചാൽ അത് നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. എൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ഡാർക്കസ്റ്റ് പീരീഡ് എന്ന് പറയാം. അത്രയും ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. MRI സ്കാനിങ്ങിൻ്റെ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് മാതാവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി കാശുരൂപവും തൈലവും തേച്ചാണ് ഞാൻ സ്കാനിങ്ങിന് കയറിയത്. സ്കാനിങ്ങിൽ കയറി കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ബ്രെയിനിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ വന്ന ആൾക്കാർക്ക് തലവേദനയ്ക്ക് മുന്നേ കണ്ണിന് വന്ന ഒരു ഡിസ്റ്റർബൻസ് ആണത്, അത് 20 മിനിറ്റ് കഴിയുമ്പോൾ മാറിക്കോളും, ഇങ്ങനെയുള്ളവർക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് വരും, അത് മൈൻഡ് ചെയ്യേണ്ട, അതങ്ങനെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് 20 മിനിറ്റ് ഉള്ളെങ്കിൽ പോലും അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം കണ്ണിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് അങ്ങനെ വന്നെങ്കിൽ അത് ഭയങ്കര സ്കേറി ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഒരിക്കലും എനിക്കിനി ഇത് മൈഗ്രെയിനോറ വരരുതേ, എൻ്റെ ലൈഫിൽ ഒരിക്കലും ഇനി ഇത് ഉണ്ടാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാസത്തിൽ ഒരിക്കലെങ്കിലും വരുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് 1.5 വർഷമായി, ഇതുവരെ എനിക്ക് പിന്നെ അത് വന്നിട്ടില്ല. തലവേദനയോ മൈഗ്രെയിൻ്റെ ഒരു ബുദ്ധിമുട്ടോ എനിക്കില്ല. ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുന്നു. അടുത്ത എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ജർമ്മനി പോകണം എന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജർമ്മനി പോകണം എന്ന്. അപ്പോൾ എക്സാം പാസ്സാകുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തിട്ട് ഹോൾ ടിക്കറ്റായിട്ട് എനിക്കപ്പോൾ അച്ഛനെ കാണാനുള്ളൊരു അനുഗ്രഹം കിട്ടിയായിരുന്നു. അപ്പോൾ അച്ഛന് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിയിട്ട് എക്സാം എഴുതാൻ പോയി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂളും നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് നമ്മുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബറിലാണ് 2025. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അത്രയും സ്പീഡായിട്ടാണ് മാതാവ് എനിക്ക് ചെയ്തു തന്നത്. എക്സാം പാസ്സായി, ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി, എനിക്ക് എല്ലാ സർട്ടിഫിക്കറ്റും അവിടെ നിന്ന് അയച്ചു തന്നു. എനിക്ക് VFS അപ്പോയിൻമെൻറ്റ് കിട്ടിയതൊക്കെ 1 മാസം കൊണ്ടാണ്. എല്ലാം വളരെ പെട്ടെന്നാണ് എനിക്ക് മാതാവ് ചെയ്തു തന്നത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ വന്നു. ഫെബ്രുവരി 16-ാം തീയതി എനിക്ക് വിസ വന്നു. അടുത്ത മാസം ജൂൺ 3-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എല്ലാവരോടും പറയണതിന് മുന്നേ എനിക്ക് ഇവിടെ വന്ന് അത് സാക്ഷ്യം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എനിക്കത് സാധിച്ചില്ല. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അറിഞ്ഞു. അതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. അതിന് ശേഷം എൻ്റെ അമ്മക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറഞ്ഞാൽ അമ്മക്ക് എപ്പോഴും തലവേദന വരുമായിരുന്നു. അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മക്ക് സൈനസ് ഇൻഫെക്ഷൻ കൂടി സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മക്ക് സർജറി ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ രണ്ടാമത് ഞങ്ങളൊരു ഒപ്പീനിയനും കൂടി നോക്കി, വേറൊരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറും സ്കാൻ ചെയ്ത് പറഞ്ഞ് സർജറി ഇല്ലാണ്ട് നമുക്കിത് മാറ്റാൻ പറ്റൂല, അത്രയും സ്പ്രെഡായെന്ന് പറഞ്ഞു ഇൻഫെക്ഷൻ. അപ്പോൾ അമ്മ അപ്പം തന്നെ പറഞ്ഞു നമുക്കിനി ഉടമ്പടി എടുത്തിട്ട് മതി എന്തായാലും എന്നും പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി എനിക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനും ചേട്ടനും അച്ഛനും പറഞ്ഞു വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് ചോദിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും നിർബന്ധപ്രകാരം അമ്മ സ്കാൻ ചെയ്തപ്പോൾ അമ്മക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ ഇല്ല, അവിടെ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ അമ്മക്കും സർജറി കൂടാണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് സൗഖ്യം കിട്ടി. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും പറ്റൂല. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഞാൻ മൈഗ്രെയിനോറയുടെ കാര്യത്തിലൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഈ വർഷം ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഹോസ്പിറ്റലിലൊക്കെ പത്രം കൊടുക്കും. ഒരുപാട് പേരോട് എനിക്ക് കിട്ടിയ സൗഖ്യത്തിനെ പറ്റി ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ജർമ്മൻ ഞാൻ ഫ്രീ ആയിട്ട് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എന്നാൽ കഴിയുന്ന ഭക്ഷണം കൊടുത്ത് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ കൊടുക്കുക, എന്നാൽ കഴിയുന്ന വിധം എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പോകുന്ന സ്ഥലമാണെങ്കിലും മാതാവ് എനിക്കെല്ലാം ഒരുക്കി തന്ന പോലെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, ഇഷ്ടപ്പെട്ട സാലറി എല്ലാം മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു. എപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരിക്കും. ഈ വിശ്വാസത്തിൽ നിന്ന് ഇനി മാറില്ലെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. താങ്ക് യു. പ്രഭാഷകൻ്റെ പുസ്തകം 39, 33 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായി മാറും. ആര്യ ഉണ്ണി തൻ്റെ അമ്മയോടൊത്ത് വന്ന് തനിക്ക് ജീവിതത്തിൽ ലഭിച്ച കൃപകൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഈ മകള് ഉറക്കെ ഉദ്ഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്തൊക്കെ ഒത്തിരിയേറെ പേടിച്ച് വിഷമിച്ച് നടന്ന ദിവസങ്ങളാണ്. എന്നാൽ ഇന്ന് ഈ അൾത്താരയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അതാണ് ആര്യ ഉണ്ണി പറഞ്ഞു നിർത്തുക. തനിക്ക് ഏകദേശം 13 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ തന്നെ പേടിപ്പെടുത്തുന്ന നെഞ്ചുവേദന, അതിൻ്റെ കാരണം ആരും കണ്ടുപിടിക്കുന്നില്ല. എന്നാൽ ഈ മകൾക്ക് മാത്രം അതൊരു പേടി സ്വപ്നമാണ്. പിന്നീട് അതെങ്ങനെ താൻ ഉടമ്പടി എടുക്കുന്നു, ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി മമ്മിയോടുകൂടെയും മമ്മിയുടെ ഉടമ്പടിയിലും ഒക്കെ അതിനു മുമ്പും പ്രാർത്ഥിച്ചും അങ്ങനെ തൻ്റെ നെഞ്ചുവേദന 6 വർഷമായിട്ട് ഇന്നിപ്പോൾ തനിക്കതില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചില്ല. പല കാരണങ്ങൾ അവർ പറയും. എന്നാൽ ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ അസ്വസ്ഥത പോലും, അങ്ങനെയുള്ള ഒരു നെഞ്ചുവേദന പോലും തനിക്കില്ല എന്നാണ് ആര്യ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ തനിക്ക് വന്ന മൈഗ്രെയിൻ ഓറ, അതിൻ്റെ എല്ലാ ദൂഷ്യഫലങ്ങളും, അതെന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു, 20 മിനിറ്റ്സ്, ആ 20 മിനിറ്റ്സ് 20 ഇയേഴ്സ് പോലെ ഒരു വ്യക്തിക്ക് തോന്നുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ മകള് അതൊരിക്കലും തന്നെ ഇനി ബാധിക്കല്ലേ എന്ന് നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ തിരുവചനങ്ങൾ സഫലമാവുകയാണ്. അതായത് കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അങ്ങനെ കർത്താവിൻ്റെ സമയം വന്നപ്പോൾ അവിടുന്ന് ഈ മകളുടെ ആ ഒരു രോഗാവസ്ഥയും മാറ്റിക്കൊടുക്കുകയാണ്. 1.5 വർഷം ആയി ഇപ്പോൾ തനിക്കതില്ല. ഇന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ഡെയിലി ബ്രെഡ് പ്രയറിൽ പറയുകയുണ്ടായി, ബൈബിള് കടഞ്ഞെടുത്താൽ കിട്ടുന്നതാണ് ഉടമ്പടി. അത് ഈ മക്കൾ മനസ്സിലാക്കുകയാണ്. ബൈബിള് കടഞ്ഞെടുത്ത് കിട്ടിയ ഉടമ്പടി ജീവിതം, അത് ആ വെണ്ണയാണ് ഉടമ്പടി. അത് ഇന്ന് ഈ മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കി
ഇന്നല്ല, ഇന്ന് അവരുടമ്പടി എടുത്തോ അന്ന് മുതൽ തങ്ങളുടെ ജീവിതത്തിൽ അതവർ ഉദ്ഘോഷിക്കുന്നു. അവർക്ക് 100 നാവാണ് അതൊക്കെ പറയാൻ. അതായത് അത് തൻ്റെ കൂട്ടുകാരോട് പറയാൻ, അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമ്പോൾ ഓരോന്നും പറഞ്ഞ് പത്രങ്ങൾ കൊടുക്കാൻ അതിനൊന്നും മടിയില്ല. ഈ ഒരു മടിയില്ലായ്മയാണ് കർത്താവിൻ്റെ മുമ്പിൽ ഓരോ വ്യക്തികളെയും സ്വീകാര്യരാക്കിയത്. ആര്യ, ഉണ്ണിയും കുടുംബവും ഇന്നിവിടെ ഇത് പങ്കുവെക്കുമ്പോൾ നാമും മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ്. അങ്ങനെ തൻ്റെ ജർമ്മൻ പഠനമെല്ലാം പൂർത്തിയായി തനിക്ക് ഏറ്റവും അനുയോജ്യമായ താൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെ തനിക്ക് കിട്ടി. അതിനും എല്ലാം ഈ മകൾ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് തനിക്ക് വേണ്ടിയിട്ട് സമയച്ചുരുക്കം നടത്തുന്ന അമ്മയുടെ പ്രവർത്തനം, ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ചതുമൂലം തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾ ഇന്ന് താൻ ഫ്രീ ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് മറ്റുള്ള മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതൊരു കാരുണ്യപ്രവൃത്തിയാണ്, അറിവില്ലാത്തവരെ പഠിപ്പിക്കുക. അങ്ങനെ തൻ്റേതായ ജീവിത രീതിയിൽ ഈ മകൾ ഇന്ന് ഓരോ കാര്യങ്ങളും പങ്കുവെക്കുമ്പോൾ താൻ ജപമാല പഠിച്ചതും അതിന് തനിക്ക് ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും അതൊക്കെ ഈ മക്കളോട് പറയാത്ത കാര്യങ്ങളാണ്. എന്നാൽ എക്സ്ട്രാ എഫേർട്ട് നാം എടുക്കുമ്പോൾ ആ എക്സ്ട്രാ എഫേർട്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ സ്വീകാര്യരാക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.